Hi all, this is Abhay from Propwise. 2024-ൽ CUET PG, IIT JAM, TISNET മുതലായ PG എൻട്രൻസ് എക്സാം ടാർഗറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കായി Propwise സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഹായ് എവരിവൺ, CUET 2024 വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾ എല്ലാവരും. അപ്പൊ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടാർഗറ്റ് CUET 2024 എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമുമായിട്ട് Propwise വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് 2023 CUET ലൈഫ് സയൻസിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് എങ്ങനെയാണ് കണ്ടെത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ ഓരോ ക്വസ്റ്റ്യനെയും നമ്മൾ അനലൈസ് ചെയ്ത് അതിന്റെ ആൻസേഴ്സിലേക്ക് എത്തുന്നത് എന്നുള്ളതിനെ പറ്റി നിങ്ങൾക്ക് ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതിന്റെ ഒരു എയിം എന്ന് പറയുന്നത് ഇതേ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാമിന് വരും എന്നുള്ളതല്ല, ഓരോ ക്വസ്റ്റ്യനും എങ്ങനെ അപ്രോച്ച് ചെയ്യണം, ഏതൊക്കെ ഏരിയാസ് നമ്മൾ കുറച്ചുകൂടി എക്സാമിന് വേണ്ടി കുറച്ചുകൂടി സ്ട്രെസ് ചെയ്ത് പഠിക്കണം, അതേപോലെ തന്നെ എങ്ങനെ നമുക്ക് വളരെ ക്വിക്ക് ആയിട്ട് ഓരോ ആൻസേഴ്സിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതിനൊക്കെ പറ്റിയിട്ട് ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സെഷൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻസോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് അത് റെപ്രസെന്റ് ചെയ്യാം. അതേപോലെ തന്നെ CUET ആയി ബന്ധപ്പെട്ട് നിങ്ങൾ എന്തെങ്കിലും സ്ട്രെസ്സോ കാര്യങ്ങളോ അനുഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഒരു ഹാപ്പിനെസ് സെഷൻ എന്ന് പറയുന്ന ഒരു സെഷൻ നമുക്ക് അവൈലബിൾ ആണ്. അതും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാം, നിങ്ങൾക്ക് അത് ക്ലാരിഫൈ ചെയ്യാം. അപ്പൊ നമ്മളിപ്പോ ഈ ഒരു സെഷൻ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഓരോരോ സെഷൻസിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആൻസേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ജസ്റ്റ് കമന്റ് ചെയ്തിട്ട് നമുക്ക് നോക്കുകയും ചെയ്യാം, നിങ്ങൾക്ക് എഴുതി വെക്കാം. അതേപോലെ തന്നെ എന്ത് ചെയ്യാം, നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അത് തന്നെയാണോ വന്നിട്ടുള്ളത്, അങ്ങനെയാണോ നിങ്ങളും ആൻസേഴ്സിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് ക്ലാരിഫൈ ചെയ്യാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു ബോട്ടണി പാർട്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇൻ ഫോട്ടോ പീരിയോഡിസം ലോങ് ഡേ പ്ലാന്റ് ഫ്ലവേഴ്സ് ഓൺലി. ഒരു ഫോട്ടോ പീരിയോഡിസം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതിലൊരു ലോങ് ഡേ പ്ലാന്റും അതേപോലെ തന്നെ ഷോർട്ട് ഡേ പ്ലാന്റ്സ് ഉണ്ട്. അപ്പൊ അതിൽ ലോങ് ഡേ പ്ലാന്റ്സ് ഫ്ലവർ ചെയ്യുന്നത് എപ്പോഴാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഇൻ ദി നൈറ്റ്, ഒന്നാമത്തെ ഓപ്ഷൻ ഇതാണ്, if the night is longer than a critical dark period. രണ്ടാമത്തെ ഓപ്ഷൻ, if the night is shorter than a critical dark period. Third option, a flash of light interrupting the dark period prevents flowering. നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് a light period of less than 8 hours is sufficient for the plants to flower എന്നാണ്. അപ്പൊ പീരിയോഡ്സ് നമ്മൾ വളരെ കാര്യമായിട്ട് പഠിക്കുന്നതാണ്. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ ആൻസർ വരുന്നുണ്ടാവുക, ഏതാണ് ഇതിന്റെ ആൻസർ എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. അപ്പൊ ഇതിനകത്ത് രണ്ടാമത്തെ ഓപ്ഷൻ, അതായത് if the night is shorter than a critical dark period എന്നുള്ളതാണ് നമുക്ക് ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് അത്? അപ്പൊ നൈറ്റ് എന്ന് പറയുന്നത് എന്താ, ക്രിട്ടിക്കൽ പീരീഡ് നമുക്കറിയാം. അപ്പൊ അതിനേക്കാളും ഷോർട്ടർ ആവുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഒരു ലോങ് ഡേ പ്ലാന്റ് ഫ്ലവർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഓപ്ഷൻ 2 ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ലെറ്റ്സ് മൂവ് ഓൺ ടു ദി സെക്കൻഡ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ദി ബോഡി ക്യാവിറ്റി which is lined by mesoderm is called coelom. Which of the following is or are not സീലോമേറ്റ്സ് എന്നാ ചോദിച്ചാൽ, സീലം എന്താന്നുള്ളത് നമുക്കറിയാം. അതായത് ഇപ്പൊ ഒരു ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസംസ് ആയിരിക്കും അധികം ഉണ്ടാവുക. അപ്പൊ അതിനകത്ത് ഈ മീസോഡേം കൊണ്ട് ലൈൻ ചെയ്തിട്ടുള്ള ബോഡി ക്യാവിറ്റിനെയാണ് നമ്മൾ സീലം എന്ന് വിളിക്കുക. അപ്പൊ ഈ ക്യാവിറ്റിക്കകത്താണ് എന്ത് ചെയ്യുന്നത്, ഓർഗൻസ് എല്ലാം ഇൻസേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോ ഈ താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏതൊക്കെയാണ് അല്ലെങ്കിൽ ആരൊക്കെയാണ് സീലോമേറ്റ്സ് അല്ലാത്തത് എന്നാ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ 1 ഇതാണ്, ഹെമികോഡേറ്റ്സ്. രണ്ടാമത്തത് കോഡേറ്റ്സ് ആണ്. മൂന്നാമത്തത് പ്ലാറ്റി ഹെൽമിൻസ് ആണ്. നാലാമത്തത് അനലിറ്റ്സ്. ഓപ്ഷൻ ഇ ആർത്രോപോഡ്സ് ആണ്. അപ്പൊ ഇതിനകത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഹെമികോഡേറ്റ്സ്, കോഡേറ്റ്സ്, അതേപോലെ തന്നെ അനലിറ്റ്സ്, ആർത്രോപോഡ്സ്, ഈ 4 എന്താണ്, സീലോമേറ്റ്സ് ആണ്. ഇതിൽ അസീലോമേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സീലോം ഇല്ലാത്ത ഒരൊറ്റ ടൈപ്പ് ഓഫ് ഓർഗാനിസം മാത്രമേ ഉള്ളൂ. അതെന്താണ്? ഓപ്ഷൻ സി പ്ലാറ്റി ഹെൽമിൻസ് ആണ്. അപ്പൊ നമുക്ക് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സി ഓൺലി ആണ് വരിക. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരു കാര്യം കൂടെ പഠിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്യൂഡോ സീലോമേറ്റ് എന്ന് പറയുന്ന കണ്ടീഷൻ. അതായത് ഇപ്പം സീലം കാണുന്നത് എങ്ങനെയാണ്, മീസോഡേമിനുള്ളിൽ പൗച്ചുകൾ പോലെ അല്ലെങ്കിൽ പോക്കറ്റ്സ് പോലെ കാണുന്ന കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം, സ്യൂഡോ സീലോമേറ്റ് എന്ന് വിളിക്കാം. അപ്പൊ സ്യൂഡോ സീലോമേറ്റ് ആയിട്ടുള്ള ഒരൊറ്റ ഫൈലം മാത്രമേ ഉള്ളൂ, അത് അഷൽമിന്തസ് ആണ്. ഓർത്ത് വെക്കുക, അസീലോമേറ്റ് എന്ന് പറയുന്ന ഒരു ഫൈലം അല്ലെ, അസീലോമേറ്റ് എന്ന് പറയുന്ന സീലം കാണുന്നത് നമുക്ക് പോറിഫറ മുതൽ പ്ലാറ്റി ഹെൽമിന്തസ് വരെ നമുക്ക് കാണാൻ പറ്റും. അതായത് പോറിഫറ, സീലൻട്രേറ്റ, ടീനോഫോറ, അതേപോലെ തന്നെ പ്ലാറ്റി ഹെൽമിന്തസ്, ഈ 4 ഫൈലത്തിനകത്തും അസീലോമേറ്റ് കണ്ടീഷൻ ആണ്. അഷൽമിന്തസ് എത്തുമ്പോഴത്തേക്കും അവിടെ എന്താണ്, സ്യൂഡോ സീലോമേറ്റ് ആണ്. അതിനുശേഷം അങ്ങോട്ടേക്കുള്ള അഷൽമിന്തസ് കഴിഞ്ഞ് അനിലിഡ തൊട്ട് കോഡേറ്റ് വരെയുള്ള ഫൈലം എന്ന് പറയുന്നത് എന്താണ്, ദേ ആർ ട്രൂ സീലോമേറ്റ് അല്ലെങ്കിൽ സീലോമേറ്റ്സ് ആണ്. അപ്പം ഓപ്ഷൻ 4C ഓൺലി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. Let's move on to the next question. The sequence of events
taking place during Calvin cycle R എന്നാ പറഞ്ഞത്. കാൽവിൻ സൈക്കിളിൽ നടക്കുന്ന സീക്വൻസ് ഓഫ് ഇവന്റ് എന്തൊക്കെയാണ് നമ്മൾ ആ സൈക്കിൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ കെയർഫുൾ ആവണം. ഇത് സീക്വൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ കറക്റ്റ് ഓർഡറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, പ്ലേസ് ചെയ്യാൻ പറ്റണം. ഒന്നാമത്തത്, ദ ഫസ്റ്റ് പ്രോഡക്റ്റ് ഓഫ് ദി ഫിക്സേഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ് ഈസ് ഗ്ലിസറൈഡ് 3-phosphate. ബി ഇതാണ്. Glycerate 3-phosphate is immediately reduced to 3-carbon sugar phosphate, triose phosphate. Any conversion of glycerate 3-phosphate to triose phosphate consumes NADPH plus H plus and ATP. Triose phosphate is further metabolized to produce sugars. Option E is some of the triose phosphate is metabolized to produce ribulose bisphosphate. എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ കറക്റ്റ് ഓർഡർ നോക്കുക. എന്നതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇതിനകത്ത് പ്ലേസ് ചെയ്യേണ്ടത്. അപ്പൊ നോക്കുന്ന സമയത്ത് ഇതിൽ ഏറ്റവും ആദ്യം നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് എ തന്നെയാണ് അല്ലെ. അതായത് ദ ഫസ്റ്റ് പ്രോഡക്റ്റ് ഓഫ് ദി ഫിക്സേഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ് ഈസ് ഗ്ലിസറേറ്റ് 3-phosphate ആണ്. രണ്ടാമത് നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഗ്ലിസറേറ്റ് 3-phosphate ഈസ് ഇമ്മീഡിയറ്റ്ലി റെഡ്യൂസ്ഡ് ടു 3-carbon sugar phosphate, triose phosphate ആണ്. അതിനുശേഷം നടക്കുന്ന പ്രോസസ് ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ്, കൺവേർഷൻ ഓഫ് ഗ്ലിസറേറ്റ് 3-phosphate triose phosphate, glycerate 3-phosphate to triose phosphate, which consumes NADPH plus H plus ആണ് and ATP ആണ്. ഇനി നാലാമത്തത് ഈ കറക്റ്റ് ഓർഡറിൽ തന്നെയാണുള്ളത്. Triose phosphate is further metabolized to produce sugar and some of the triose phosphate is metabolized to produce ribulose bisphosphate. അപ്പൊ ഇതിൽ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ 3 ആണല്ലേ. അതായത് ABCDE എന്ന് പറയുന്ന കറക്റ്റ് സീക്വൻസിൽ തന്നെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മളെ കുറച്ചുകൂടി കൺഫ്യൂസ് ചെയ്യുന്നതാണ്. അപ്പം കറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഏറ്റവും ആദ്യം നടക്കുന്നതും അതേപോലെ തന്നെ അവസാനം നടക്കുന്ന ഏതൊക്കെയാണ് ആ സീക്വൻസ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വക ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ദ ഗിവൻ ബിലോ ആർ ടു സ്റ്റേറ്റ്മെന്റ്സ്. രണ്ട് സ്റ്റേറ്റ്മെന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ ഓരോ സ്റ്റേറ്റ്മെന്റ് വായിക്കുന്ന സമയത്ത് എന്ത് ചെയ്തിട്ട് പോവുക, അതിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നുള്ളത് നമ്മളൊന്ന് നോട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് അതിന്റെ ആൻസർ കണ്ടുപിടിക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്. സ്റ്റേറ്റ്മെന്റ് 1, ജീൻ തെറാപ്പി ഈസ് എ തെറാപ്യൂട്ടിക് ടെക്നിക് that aims to transfer normal genes to a patient cell എന്നാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്. ജീൻ തെറാപ്പി ഹാസ് സക്സസ്ഫുള്ളി റീസ്റ്റോർഡ് ദി കേസസ് സിവിയർ കമ്പൈൻഡ് ഇമ്മ്യൂണോഡെഫിഷ്യൻസി എന്നാണ് പറഞ്ഞത്. അതായത് SCID. And in the light of the above statement, choose the correct answer from the options given below എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 2 ശരിയാണോ, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 1ഉം 2ഉം തെറ്റാണോ, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 1 ശരിയും അതേപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാണോ, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 2 തെറ്റും സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്നത് എന്താണ്, ശരിയോ ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ അകത്ത് കറക്റ്റ് ആൻസർ ഏതാ വരുന്നത് എന്ന് നോക്കി നോക്കാം നമുക്ക്. ഇതിനകത്തിപ്പം ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, അതായത് ജീൻ തെറാപ്പി ഈസ് എ തെറാപ്യൂട്ടിക് ടെക്നിക് ദാറ്റ് എയിംസ് ടു ട്രാൻസ്ഫർ നോർമൽ ജീൻസ് ടു എ പേഷ്യന്റ് സെൽ എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. അതേപോലെ തന്നെ എന്താണ്, ജീൻ തെറാപ്പി ഹാസ് സക്സസ്ഫുള്ളി റീസ്റ്റോർഡ് ദ കേസസ് ഓഫ് SCID പേഷ്യൻസിന്റെ ഒക്കെ കേസുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, വളരെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, റീസ്റ്റോർ ചെയ്യാനും പറ്റിയിട്ടുണ്ട്. അപ്പം രണ്ട് സ്റ്റേറ്റ്മെന്റുകളും ഇവിടെ എന്താണ്, ശരിയായിട്ടുള്ളതാണ്. അപ്പം ഓപ്ഷൻ 1 ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത്. ബോത്ത് 1 and 2 ആർ കറക്റ്റ് എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ചൂസ് ദി കറക്റ്റ് ആൻസർ ഫ്രം ദി മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2 എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ലിസ്റ്റ് 1നെയും 2നെയും മാച്ച് ചെയ്തിട്ടുള്ളതിൽ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ലിസ്റ്റ് 1ൽ കൊടുത്തിട്ടുള്ള എന്താണ്, ആന്റിബയോട്ടിക്സ് ആണ്. അതിൽ വാങ്കോമൈസിൻ ഉണ്ട്, ബാസിട്രാസിൻ ഉണ്ട്, സ്ട്രെപ്റ്റോമൈസിൻ ഉണ്ട്, ആംഫോടെറിസിനും ഉണ്ട്. അപ്പൊ ലിസ്റ്റ് 2നകത്തുള്ള ഏതൊക്കെയാണ്, ബാസിലസ് സബ്റ്റിലിസ് ഉണ്ട്, സ്ട്രെപ്റ്റോമൈസിസ് നോഡോസിസ് ഉണ്ട്, അതേപോലെ തന്നെ സ്ട്രെപ്റ്റോമൈസിസ് ഗ്രിസിയസ് ഉണ്ട്, അതേപോലെ തന്നെ സ്ട്രെപ്റ്റോമൈസിസ് ഓറിയന്റാലിസും ഉണ്ട്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് ലിങ്ക് ചെയ്യണം അല്ലെ. ഇതിനകത്ത് നമുക്ക് ഏറ്റവും ആദ്യം അറിയുന്നത് നമുക്ക് എന്ത് ചെയ്ത് നോക്കാം, കണക്ട് ചെയ്ത്. ഇതിലിപ്പോ നമുക്കിപ്പോ സ്ട്രെപ്റ്റോമൈസിനൊക്കെ നമ്മൾ കുറച്ചും കൂടി എന്താണ് ഫെമിലിയർ ആണ്. അപ്പൊ അതിൽ വാങ്കോമൈസിനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണ്, സ്ട്രെപ്റ്റോമൈസിസ് ഓറിയന്റാലിസുമായിട്ടാണ് അല്ലെ. അപ്പൊ നമുക്ക് അറിയുന്നതാണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ A4ഉമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. A4 വരുന്ന രണ്ട് ഓപ്ഷൻസ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഇനി രണ്ടാമത്തെ നമുക്ക് നോക്കിയപ്പോൾ ബാസിട്രാസിൻ എന്ന് പറയുന്ന ഈ ആന്റിബയോട്ടിക് വരുന്ന ഏതെന്നാണ്, ഇതേപോലെ ബാസിലസ് സബ്റ്റിലിസിനകത്തുനിന്നാണ് അല്ലെ. ബാസിലസ് സബ്റ്റിലിസിനകത്തുനിന്നാണ്. അപ്പൊ B1 ആണ്. A4ഉം B1ഉമായിട്ട് വരുന്ന ആകെ ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, അത് ഓപ്ഷൻ 3 ആണ്. അപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഏതാണ്, ഓപ്ഷൻ 3 ആണ്. അപ്പൊ അതേപോലെ തന്നെ വാങ്കോമൈസിൻ is obtained from Streptomyces orientalis, bacitracin is obtained from Bacillus subtilis, streptomycin is obtained from Streptomyces griseus,
ആൻഡ് ആംഫോടെറിസിൻ ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം സ്ട്രെപ്റ്റോമൈസിസ് നോഡോസിസ്. അപ്പൊ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഈസി ആയിട്ട് ഇത് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്. ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് വൺ. Name of the Nobel awardee who provided the first direct evidence that different genes are physically located on the same chromosome by X-linked pattern of inheritance in Drosophila. ഡ്രോസോഫിലയിലെ ഇൻഹെറിറ്റൻസ് പാറ്റേൺ പ്രപ്പോസ് ചെയ്തിട്ടുള്ള ആൾ ആരായിരുന്നു എന്നുള്ളത് തന്നെയാണ് വളരെ ചുരുക്കത്തിലെ ചോദ്യം വന്നിട്ടുള്ളത്. അപ്പൊ ഓപ്ഷൻ കൊടുത്തിട്ടുള്ള എന്തൊക്കെയാണ്? ഗ്രിഗർ മെന്റൽ ഉണ്ട്, TH മോർഗൻ ഉണ്ട്, HJ മുള്ളർ, വാട്സൺ ആൻഡ് ക്രേ. അപ്പൊ ഇതിനകത്ത് നമുക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളത് ഗ്രിഗർ മെന്റലും അതേപോലെ തന്നെ TH മോർഗനും ആണ് അല്ലെ. മെന്റലിന്റെ എക്സ്പെരിമെന്റ്സ് എല്ലാം തന്നെ എന്തിനകത്തായിരുന്നു? പിസം സെറ്റൈവം എന്ന് പറയുന്ന പീ പ്ലാന്റിനകത്താണ് അല്ലെ. അപ്പൊ അതിന് കുറച്ചും കൂടി എന്താണ് ഒരു ക്രോമസോമൽ തിയറി ഒക്കെ കൊണ്ടുവന്നു, അതിനെ കുറച്ചും കൂടി എന്താണ് പ്രൂഫ് ഒക്കെ കൊടുത്തിട്ടുള്ള ആളെന്ന് പറയുന്നത് ഓപ്ഷൻ 2 TH മോർഗൻ ആണ്. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് അല്ലെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? രണ്ടാമത്തെ TH മോർഗൻ ആണ്. തോമസ് ഹണ്ട് മോർഗൻ ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. Let's move on to the next question. Which molecule ATP does not donate? ATP donate ചെയ്യാത്ത മോളിക്യൂൾ ഇതിൽ ഏതാണെന്ന് ചോദിച്ചത്. ഫോസ്ഫോർ ഒന്നാമത്തെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോസ്ഫോറൈ ഗ്രൂപ്പ്സ്, അതേപോലെ തന്നെ ഡിയോക്സി റൈബോക്സിൽ ഗ്രൂപ്പ്, മൂന്നാമത്തത് ഫോസ്ഫോറിൽ ഗ്രൂപ്പ്സ് ആണ്, നാലാമത്തത് അഡിനിലൈൽ ഗ്രൂപ്പ്സ് ആണ്. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഈ ATP മോളിക്യൂൾസ് ഡൊണേറ്റ് ചെയ്യാത്തത് എന്താണ് എന്നാ ചോദിച്ചത്. അപ്പൊ അതിൽ വരുന്നത് ഡിയോക്സി റൈബോക്സിൽ ഗ്രൂപ്പുകളാണ്. ഡിയോക്സി റൈബോക്സിൽ ഗ്രൂപ്പുകളെ എന്ത് ചെയ്യുന്നില്ല? ഈ ATP മോളിക്യൂൾസ് ഡൊണേറ്റ് ചെയ്യുന്നില്ല. ബാക്കി എല്ലാ ടൈപ്പ് മോളിക്യൂൾസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനകത്ത് നിന്ന് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഡൊണേറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓപ്ഷൻ 2 ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. Move to the next question. The hormone which stimulate an appetite, നമുക്ക് വിശപ്പ് അല്ലെങ്കിൽ അപ്പിറ്റൈറ്റ് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചത്. ഇൻസുലിൻ ആണോ, ലെപ്റ്റിൻ ആണോ, ഗ്രീൻ ആണോ, അല്ലെങ്കിൽ PYY ഹോർമോൺ ആണോ? ഏതാണ് നമുക്ക് അപ്പിറ്റൈറ്റ് ഉണ്ടാക്കുന്നത്? ഇൻസുലിന്റെ ഫംഗ്ഷൻ പഠിച്ചിട്ടുണ്ട്, ലെപ്റ്റിനും ഗ്രീനും അതേപോലെ തന്നെ PYYയും ഹോർമോണുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതിൽ സ്റ്റിമുലേറ്റ് അപ്പിറ്റൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ ക്യാരി ഔട്ട് ചെയ്യുന്ന ഒരൊറ്റ ഹോർമോണെ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അതെന്താണ്? ഗ്രീൻ ആണ്. ഓപ്ഷൻ 3 ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഗ്രീൻ ആണ് എന്ത് ചെയ്യുന്നത്? ഇതേപോലെ അപ്പിറ്റൈറ്റ് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോൺ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതേപോലെ ഒരു അസേർഷൻ റീസണിങ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസിന് പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യും? ഒരു അസേർഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും, അതേപോലെ തന്നെ റീസൺ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. അപ്പൊ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ എന്ത് ചെയ്യണം? അസേർഷൻ വായിക്കുമ്പോൾ അത് ട്രൂ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. റീസൺ വായിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? അത് ട്രൂ ആണോ എന്നുള്ളത് നോക്കണം. ഈ അസേർഷൻ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ കറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണോ അല്ലെങ്കിൽ റീസൺ ആണോ ഈ റീസൺ എന്നുള്ളതും ചെക്ക് ചെയ്യാൻ വേണം. അപ്പൊ ഇതുപോലെ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ അതിന്റെ ഓപ്ഷൻസിലേക്ക് പോകാൻ. അല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് വായിച്ചതിന് ശേഷം ഓപ്ഷൻ കണ്ടുപിടിക്കാൻ നോക്കണ്ട. ഇങ്ങനെ ഒരു അസേർഷൻ ആൻഡ് റീസൺ എന്ന് പറയുന്ന ഒരു ടാഗ് കണ്ടു കഴിഞ്ഞാൽ ഓർത്തോളണം, സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ തന്നെ അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ളത് നോക്കി വെക്കണം. അപ്പൊ ഒന്നാമത്തെ അസേർഷൻ ഇതാണ്: സ്റ്റെഫൈലോകോക്കസ് ഓറിലിയസ് ഈസ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ എന്നാ പറഞ്ഞിട്ടുള്ളത്. സ്റ്റെഫൈലോകോക്കസ് ഓറിലിയസ് എന്ന് പറയുന്നതാണ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ എന്നാണ് പറയുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? വാട്ട് യു ഫീൽ? ഇതിനകത്ത് ഈ ഒരു സ്റ്റെഫൈലോകോക്കസ് ഓറിലിയസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ അല്ല അല്ലെ. അപ്പൊ ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ ഇങ്ങനെ ഒരു സാധനം നമുക്ക് അവിടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കൂടുതലായിട്ട് നമ്മൾ അതിന്റെ അകത്ത് നോക്കേണ്ട ആവശ്യമില്ല. എ ഈസ് ഫോൾസ് എന്ന് പറയുന്ന ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ വരാനുള്ളൂ അല്ലെ. അപ്പൊ അവിടെ ഓപ്ഷൻ 4 ആണ് ശരിക്കും വരേണ്ടത്. ഇനി നമുക്ക് രണ്ടാമതൊന്ന് വായിച്ചു നോക്കാം. Saccharomyces cerevisiae and Neurospora crassa are the examples of class Ascomycetes in fungi. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. Saccharomyces cerevisiae അതേപോലെ തന്നെ ന്യൂറോസ്പോറയും വരുന്നത് എന്താണ്? ക്ലാസ് ആസ്കോമൈസേറ്റ്സിലാണ്. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ്, അതായത് റീസൺ എന്ന് പറയുന്നത് എന്താണ്? ട്രൂ ആണ്. പക്ഷെ അസേർഷൻ എന്താണ്? തെറ്റുമാണ്. ഓപ്ഷൻ 4 ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ബാക്കിയുള്ള 3 സ്റ്റേറ്റ്മെന്റുകൾ എന്ത് തന്നെയാണ്? അല്ലെ 3 ഓപ്ഷൻസും തെറ്റായിട്ടുള്ളതാണ്. കാരണം എന്താണ്? എ ട്രൂ അല്ല, അതേപോലെ തന്നെ എന്താണ് ഈ സെക്കൻഡ് ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ എന്ന് പറയുന്നുണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ ആണെങ്കിലും ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ എന്നാണ് പറയുന്നത്. അപ്പൊ രണ്ടും എന്താണ്? 3 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: ചൂസ് ദി കറക്റ്റ് ആൻസർ ഫ്രം ദി മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2 എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യുന്നത് ചില പ്ലാന്റ്സിന്റെ ജീനസ് നെയിം ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഒപ്റ്റെയിൻ ചെയ്യുന്ന കോമ്പണന്റ്സിന്റെ പേരും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യണം. ലിസ്റ്റ് 1 കൊടുത്തിരിക്കുന്നത് വിതാനിയ ആണ് പ്ലാന്റ്, രണ്ടാമത്തത് പാപ്പവർ ആണ്, സി കൊടുത്തിട്ടുള്ളത് റുവോൾഫി ആണ്,
ഡി കൊടുത്തിട്ടുള്ളത് സിങ്കോണയാണ്. ഇനി അതിന്റെ ലിസ്റ്റ് 2-നകത്താണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തേൽ മോർഫിൻ ഉണ്ട്, സെക്കൻഡ് വൺ ആയിട്ട് ക്വിനൈൻ, മൂന്നാമത്തേതായിട്ട് അശ്വഗന്ധ, നാലാമത്തായിട്ട് റിസർപൈനും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്നത്? ഇതിലിപ്പോ വിതാനിയ എന്ന് പറയുന്നതിനെ നമുക്ക് എന്തുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും? അശ്വഗന്ധയായിട്ട് കണക്ട് ചെയ്യല്ലേ. അപ്പൊ A3 ആയിട്ട് കണക്ട് ചെയ്യാം. A3 ആയിട്ട് വരുന്ന ആകെ ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ അല്ലെ, ഓപ്ഷൻ 4 മാത്രമേ ഉള്ളൂ A3 ആയിട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഡയറക്ട്ലി ഓപ്ഷൻ 4ലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോകാൻ പറ്റും. ഇനി പിന്നെ ബാക്കിയുള്ള ഓരോന്ന് നോക്കാം. പെപ്പവർ നമുക്ക് എന്തുമായിട്ടാണ് കണക്ട് ചെയ്യാൻ പറ്റുന്നത്? നത്തിങ് അതർ ദാൻ മോർഫിൻ ആണല്ലേ. അപ്പൊ പെപ്പവർ അതായത് ബി നമുക്ക് എന്ത് ചെയ്യാം? മോർഫിനുമായിട്ട് കണക്ട് ചെയ്യാം. അതേപോലെ തന്നെ എന്താണ്, റുവോൾഫിയനെ നമുക്ക് റിസർപൈൻ ആയിട്ട് കണക്ട് ചെയ്യാം. അതേപോലെ തന്നെ ഓപ്ഷൻ ഡി സിങ്കോണനെ നമുക്ക് എന്ത് ചെയ്യാം? ക്വിനൈൻ ആയിട്ടും കണക്ട് ചെയ്യാം. അങ്ങനെ A3, D1, C4 ആൻഡ് D2 എന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇത് ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എങ്ങനെയാണത് വളരെ ക്വിക്കായിട്ട് ഇതിനകത്തേക്ക് പോവാന്നുള്ളത് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ ഈ ഓരോ ക്വസ്റ്റ്യൻ പറയുന്ന സമയത്തും നിങ്ങൾക്ക് ഏതാണ് ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് തോന്നുന്നത് അത് ജസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ ഇടുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, അതിന്റെ ഓപ്ഷൻ ഏതാണോ ശരിയായിട്ട് തോന്നുന്നത് എന്നുള്ളത് പെട്ടെന്ന് വായിച്ചു വെക്കാം. നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ അങ്ങനെ വായിച്ചു നോക്കി എന്ത് എഴുതി വെക്കുക. എന്നിട്ട് അതിനുശേഷം ആൻസർ പറയുമ്പോൾ കറക്റ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യുക, ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് വെക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ ഒരു അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് കാണുന്ന സമയത്ത് പൊതുവെ ഉണ്ടാകുന്ന ഒരു വികാരം എന്ന് പറയുന്നത് എന്താണ്? ഇത് വലിയ ലെങ്തി ക്വസ്റ്റ്യൻസ് ആണ്. ഇതിപ്പോ വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ബുദ്ധിമുട്ടാണ് ഇത്രയും വായിച്ചുണ്ടാക്കാനും തോന്നും അല്ലെ. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് വായിക്കും, ഇതൊരു പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് ഒരു പരിചയം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യന്റെ 2 സ്റ്റേറ്റ്മെന്റുകൾ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസേഴ്സിലേക്ക് ഈസി ആയിട്ട് റീച്ച് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ അതിലെ അസേർഷൻ ഇതാണ്: റെസ്ട്രിക്ഷൻ എൻസൈം റെക്കഗ്നൈസസ് its particular recognition sequence and cut the single strand DNA or double strand DNA to produce cohesive and blunt fragments എന്നാ പറഞ്ഞിട്ടുള്ളത്. ഇനി റീസൺ ഇതാണ്: റെസ്ട്രിക്ഷൻ എൻസൈം with a base recognition will cut on average every 256 base pairs if all 4 nucleotides are present in equal proportion എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിനകത്ത് ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? Restriction enzyme recognizes its particular recognition sequence and cut the single strand or double strand DNA to produce cohesive and blunt fragment എന്നാ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ കൊഹസീവും ബ്ലണ്ടും ആയിട്ടുള്ള ഫ്രാഗ്മെന്റ്സിനെയാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഒരു റെസ്ട്രിക്ഷൻ എൻസൈം കട്ട് ചെയ്യുന്ന സമയത്ത്? ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നതാണ് തെറ്റാണല്ലേ. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വേറെ ഒന്നും നോക്കണ്ട. എ സ്റ്റേറ്റ്മെന്റ് ഈസ് അല്ലെങ്കിൽ അസേർഷൻ ഈസ് ഫോൾസ് എന്ന് പറയുന്ന 4th ഓപ്ഷനിലേക്ക് മാത്രം നോക്കിയാൽ മതി അല്ലെ. അപ്പൊ അതിനകത്ത് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആയല്ലേ, റീസൺ എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. ആ റീസൺ ട്രൂ ആണ്, അസേർഷൻ എന്താണ്? ഫോൾസും ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ 4 ഇതിനകത്ത് ഈസി ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ പറയുന്ന സ്റ്റേറ്റ്മെന്റിലെ ഓരോ പാർട്ടും വളരെ കൃത്യമായിട്ട് വായിച്ചു നോക്കാം. നമുക്ക് അതിൽ എന്താണ് നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് ഈസി ആയിട്ട് ഇതിനകത്ത് നിന്ന് പിക്കപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ വേഗം തന്നെ ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: ഐഡന്റിഫൈ ദി ഡിഫറെന്റ് ലെവൽസ് ഓഫ് പാക്കിംഗ് ഫ്രം DNA to chromosome in a sequential manner എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ DNA-യിൽ നിന്ന് ക്രോമസോം വരെയുള്ള ഒരു പാക്കിങ്ങിന്റെ ഒരു സീക്വൻഷ്യൽ മാനർ എങ്ങനെയാണ് എന്നാ ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തത് റേഡിയൽ ലൂപ്പ് അറ്റാച്ച്ഡ് വിത്ത് എ പ്രോട്ടീൻ സ്കാഫോൾഡ് ആണ്. ബി കൊടുത്തിരിക്കുന്ന ന്യൂക്ലിയോസോം ആണ്. സി ഡബിൾ ഹെലിക്സ് DNA ആണ്. ഡി മെറ്റാഫേസ് ക്രോമസോം. ഇ 30HM ഫൈബർ ആണ്. ഇതിനകത്ത് എങ്ങനെയാണ്, ഏത് ഓർഡറിലാണ് ഇത് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൽ ഏറ്റവും ആദ്യം വരുന്ന ഏതാണ്? ഡബിൾ സ്റ്റാൻഡ് DNA അല്ലെ, ഡബിൾ ഹെലിക്സ് DNA വരണം അല്ലെ. അപ്പൊ ഓപ്ഷൻ സി ആണ് ഏറ്റവും ആദ്യം വരേണ്ടത്. അതിനുശേഷമാണല്ലോ ബാക്കിയുള്ള എല്ലാ പാക്കേജിങ്ങും വരുന്നത് അല്ലെ. വരുന്ന ഒറ്റ ഓപ്ഷൻ ഒന്നാമത്തെ മാത്രമേ ഉള്ളൂ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതലായിട്ട് നമ്മൾ ബാക്കിയുള്ളതിലേക്ക് പോകേണ്ട ആവശ്യം ശരിക്കും ഇവിടെ ഇല്ല. ഇത് നമുക്ക് അറിയാവുന്നുണ്ടെങ്കിൽ, കാരണം നിങ്ങൾക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും. നമുക്ക് ബാക്കി നോക്കി വെക്കാം. എന്തായാലും ഓപ്ഷൻ സി ആണ് ഏറ്റവും ആദ്യം വരേണ്ട അല്ലെ, ഫസ്റ്റ് നടക്കേണ്ട പ്രോസസ് എന്ന് പറയുന്നത്. രണ്ടാമത് വരേണ്ട എന്താണ്? ന്യൂക്ലിയോസോം ആണ്. ഇതിന് നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങും? ഹിസ്റ്റോൺ പ്രോട്ടീൻസിന്റെ അല്ലെങ്കിൽ പ്രോട്ടീൻസിന്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങും? ഇതേപോലെ ലൂപ്പ് ചെയ്യാൻ തുടങ്ങും. ആൻഡ് ഇറ്റ് വിൽ ഫോം ന്യൂക്ലിയോസോം. അതിനുശേഷം അടുത്ത പ്രോസസ് എന്ന് പറയുന്നത് എന്താണ്? 30HM ഫൈബർ ആണ് ഫോം ചെയ്യുന്നത്. അതിനുശേഷം വരുന്നത് റേഡിയൽ ലൂപ്സ് അറ്റാച്ച്ഡ് വിത്ത് എ പ്രോട്ടീൻ സ്കാഫോൾഡ് ആണ്. ഏറ്റവും അവസാനമാണ് എന്ത് വരുന്നത്? മെറ്റാഫേസ് ക്രോമസോം വരുന്നത്. അപ്പൊ ഇത് ഓർത്ത് കഴിഞ്ഞാൽ തന്നെ, അതായത് ക്രോമസോം ആവുന്ന ഈ ഒരു സീക്വൻഷ്യൽ ഓർഡറിൽ ഏറ്റവും അവസാനം വരുന്ന മെറ്റാഫേസ് ആണെന്ന് അറിയാന്നുണ്ടെങ്കിൽ മാത്രം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിലേക്ക് പോകാൻ പറ്റും. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ 1 ആണ്. ഏറ്റവും ആദ്യം നടക്കുന്നത് സി ആണ്. സെക്കൻഡ് പ്രോസസ് ബി, ഇ, എ ആൻഡ് ഡി ആണ് വരുന്നത്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഒരു അസേർഷൻ ആൻഡ് റീസണിംഗ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അസേർഷൻ വായിച്ചു നോക്കാം. Constitutive heterochromatin is a region
of chromosome that is always heterochromatic and permanently അല്ല കേട്ടോ, സ്പെല്ലിംഗ് എറർ ആണ്, പെർമനന്റ്ലി ഇനാക്റ്റീവ് വിത്ത് റിഗാർഡ് ടു ട്രാൻസ്ക്രിപ്ഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സ്റ്റേറ്റ്മെന്റ് ശരിയാണല്ലോ അല്ലെ? കാരണം എന്താ, ഹെട്രോക്രോമാറ്റിക് എന്ന് പറയുന്നത് കുറച്ചുകൂടി ടൈറ്റ്ലി കോൾഡ് ആയിട്ടുള്ള റീജിയൻ ആണ്. അതെന്ത് ചെയ്യില്ല, ട്രാൻസ്ക്രിപ്ഷനെ സംബന്ധിച്ചിടത്തോളം, അതായത് കോപ്പിംഗ് ഓഫ് DNA ഇൻടു RNA കോപ്പി എന്നുള്ളതിൽ, അല്ലെങ്കിൽ എന്താണ് ഇൻഫർമേഷൻ ഇൻ DNA ഉള്ളത് RNAയിലേക്ക് കോപ്പി ചെയ്യുന്ന പ്രോസസ്സിനാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയാം. അപ്പൊ അതിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഹെട്രോക്രോമാറ്റിക് റീജിയൻ എന്താണ്, പെർമനന്റ്ലി ഇനാക്റ്റീവ് ആണ്. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ട്രൂ ആണ് അല്ലെ. ഇനി റീസൺ എന്ന് പറയുന്നത് എന്താണ്, ഫാക്കൽറ്റേറ്റീവ് ഹെട്രോക്രോമാറ്റിൻ refers to chromatin that can occasionally interconvert between heterochromatin and euchromatin. ഫാക്കൽറ്റേറ്റീവ് ഹെട്രോക്രോമാറ്റിൻ എന്ന് പറയുന്ന റീജിയൻസ് ഉണ്ട്. അതിന്റെ അർത്ഥം എന്താ, അതായത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂക്രോമാറ്റിൻ എന്ന് വേണമെങ്കിൽ ഹെട്രോക്രോമാറ്റിൻ ആവാൻ, അങ്ങോട്ട് കൂടെ എന്താണ് ഇന്റർ കൺവേർട്ടിബിൾ ആണെന്നാണ്. ഈ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. പക്ഷെ എന്താണ്, ഈ അസേർഷന്റെ കറക്റ്റ് റീസൺ ആണോ കൊടുത്തിട്ടുള്ളത്? അല്ല അല്ലെ. അപ്പൊ അസേർഷനും ശരിയാണ്, റീസണും ശരിയാണ്. പക്ഷെ എന്താണ്, ഈ റീസൺ എന്ന് പറയുന്ന അസേർഷന്റെ കറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ അല്ല. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, ഓപ്ഷൻ 2 ആണ്. ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ കറക്റ്റ്, ബട്ട് റീസൺ ഈസ് നോട്ട് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ. ഓപ്ഷൻ 2 ആണ് നമ്മൾ അവിടെ സെലക്ട് ചെയ്യുന്നത്. കുറച്ച് കെയർഫുൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, 2-dimensional electrophoresis resolve the proteins on the basis of. 2-dimensional electrophoresis എന്തിന്റെ ബേസിസിലാണ് പ്രോട്ടീൻസിനെ റിസോൾവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിന്റെ ബേസിലാണ് അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്? നെറ്റ് മാസ് ആൻഡ് ഓസ്മോട്ടിക് പ്രഷർ ആണോ, അല്ലെങ്കിൽ നെറ്റ് വിസ്കോസിറ്റി ആൻഡ് വോളിയം ആണോ, നെറ്റ് ചാർജ് ആൻഡ് മാസ് ആണോ, നെറ്റ് ചാർജ് ആൻഡ് വോളിയം ആണോ? അപ്പൊ ഇലക്ട്രോഫോറസിസ് ആണല്ലേ, അവിടെ ചാർജ് വരുന്നുണ്ടാവുമല്ലോ അല്ലെ. ചാർജ് മാത്രമല്ല, അതേപോലെ തന്നെ എന്താണ്, അവിടെ മാസിന്റെ ബേസിലും കൂടിയാണ് എന്ത് ചെയ്യുന്നത്, സെപ്പറേഷൻ നടക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, സാമ്പിൾ ലോഡ് ചെയ്യുന്ന വെല്ലിനകത്ത് നിന്ന് എന്ത് ചെയ്യാൻ തുടങ്ങും, മോളിക്യൂൾസ് ചാർജിനെ ബേസ് ചെയ്തിട്ടും അതേപോലെ തന്നെ അതിന്റെ വെയിറ്റിനനുസരിച്ചിട്ടും എന്ത് ചെയ്യാൻ തുടങ്ങും, മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പം ഏറ്റവും വെയിറ്റ് കൂടിയത് എന്ത് ചെയ്യാൻ തുടങ്ങും, വളരെ കുറച്ചേ മൂവ് ചെയ്യുള്ളൂ. വെയിറ്റ് കുറഞ്ഞിട്ടുള്ള മോളിക്യൂൾസ് എന്ത് ചെയ്യാൻ തുടങ്ങും, കുറച്ച് കൂടുതലും എന്ത് ചെയ്യാൻ തുടങ്ങും, മൂവ് ചെയ്യാൻ തുടങ്ങും. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്, ഓപ്ഷൻ 3 ആണ്. നെറ്റ് ചാർജ് ആൻഡ് മാസ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, which of the following is one of the possible hazards of genetically modified crops, അല്ലെങ്കിൽ GM ക്രോപ്സിന്റെ ഹസാർഡുകളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് താഴെ പറഞ്ഞതിൽ എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തത്, മോഡിഫൈഡ് ജീൻസ് ഓഫ് ഹെർബിസൈഡ് റെസിസ്റ്റൻസ് ഓഫ് GM crops get into wheat plants through pollination and this plant might become resistant to herbicide and so become a super weed എന്നാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തത്, there is no possible hazard known till date regarding transfer of any genes between plants എന്നാണ്. ഓപ്ഷൻ 3 എന്നാണ്, പ്രൊഡക്ഷൻ ഓഫ് ടെക്നിക്സ് ഓഫ് GM crops is proof of genetic engineering offers the advantage of transferring on those genes that are required ആണ്. ഫോർത്ത് ഓപ്ഷൻ ഇതാണ്, പ്രൊഡക്ഷൻ ഓഫ് GM crops may replace the existing germplasm എന്നാണ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും സെക്കൻഡ് ഓപ്ഷൻ, അതായത് there is no possible hazard എന്ന് പറയുന്നത് തെറ്റാണല്ലേ. കാരണം ഹസാർഡ്സ് നമുക്ക് അറിയുന്നുണ്ട്, സൂപ്പർ ബഗ്, സൂപ്പർ വീഡ്, ഈ പറഞ്ഞ സൂപ്പർ ബഗ് ഇല്ല, സൂപ്പർ വീഡ്സ് ഒക്കെ ഫോം ചെയ്യുന്ന കണ്ടീഷൻസ് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ഈ പറഞ്ഞ ജനറ്റിക് എഞ്ചിനീയറിംഗ് അല്ലെ GM ക്രോപ്സ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് തെറ്റാണ്. പ്രൊഡക്ഷൻ ഓഫ് ടെക്നിക്സ് ഓഫ് GM crops is a proof and genetic engineering offers the advantage of transferring on those genes that are required എന്ന് പറയുന്നുണ്ടല്ലേ. അപ്പൊ ഇതും എന്താണ്, പോസിബിൾ ആയിട്ടുള്ള ഒരു ഹസാർഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇനി പ്രൊഡക്ഷൻ ഓഫ് GM crops may replace the existing germplasm. ഒരിക്കലും GM crops ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, എക്സിസ്റ്റിംഗ് germplasmത്തിനെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കംപ്ലീറ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ എന്താണ്, ഇതും തെറ്റായിട്ടുള്ള. അപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, സൂപ്പർ വീഡ്സിന്റെ ഫോർമേഷൻ ആണ് അല്ലെ. അപ്പൊ ഓപ്ഷൻ 1 ആണ് ഇവിടെ നമുക്ക് ഈ ഒരു GM ക്രോപ്സ് കൊണ്ട് ഉണ്ടാവുന്ന ഒരു പോസിബിൾ ഹസാർഡ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, അടുത്തതും ഈ പറഞ്ഞ പോലെ തന്നെ രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷെ ഇതൊരു അസേർഷൻ റീസൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ അല്ല. രണ്ട് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്, അതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളതെന്നാണ് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. സ്റ്റേറ്റ്മെന്റ് 1 ഇതാണ്, ദ പീനിയൽ ഗ്ലാൻഡ് ഈസ് ലൊക്കേറ്റഡ് ഓൺ ദി ഡോർസൽ സൈഡ് ഓഫ് ഫോർബ്രെയിൻ. ഇറ്റ് സെക്രീറ്റ് എ ഹോർമോൺ കോൾഡ് മെലറ്റോണിൻ എന്നാ പറഞ്ഞിട്ടുള്ളത്. പീനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിന്റെ ഡോർസൽ സൈഡിലാണ്, അതായത് പിൻഭാഗത്താണ് കാണുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ അത് എന്ത് ചെയ്യുന്നുണ്ട്, മെലറ്റോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു. സ്റ്റേറ്റ്മെന്റ് ശരിയാണല്ലോ. യെസ്. ഇനി രണ്ടാമത്തത്, മെലറ്റോണിൻ ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് ദി നോർമൽ റിതംസ്
of sleep-wake cycle, spelling error ആണ് cycle, body temperature also influence metabolism, pigmentation, menstrual cycle and defense capability എന്നതാണ്. മെലറ്റോണിന്റെ ഫങ്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സ്ലീപ്പ് ആൻഡ് വേക്ക് സൈക്കിൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു, ബോഡി ടെമ്പറേച്ചർ, അതേപോലെ തന്നെ മെറ്റബോളിസം, പിഗ്മെന്റേഷൻ, മെൻസ്ട്രൽ സൈക്കിൾ, ഡിഫൻസ് കപ്പാബിലിറ്റി, ഇതിനെല്ലാത്തിനും ഇൻഫ്ലുവൻസ് ചെയ്യാന്നുള്ളത് ഈ ഒരു മെലറ്റോണിന്റെ ഫംഗ്ഷൻ തന്നെയാണ്. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയല്ലേ? അപ്പൊ രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണെന്നുണ്ടെങ്കിൽ വി കൻ സെലക്ട് ദി ഫസ്റ്റ് ഓപ്ഷൻ, ദാറ്റ് ഈസ് ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ കറക്റ്റ് എന്ന് പറയാം. അപ്പം കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഇവിടെ ഓപ്ഷൻ 1 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ദ പ്രിക്കഴ്സർ മോളിക്യൂൾ ഓഫ് ദി സിന്തസിസ് ഓഫ് വൈറ്റമിൻ D3 ഇൻ ഹ്യൂമൻ സ്കിൻ ഈസ്, ഹ്യൂമൻ സ്കിന്നിനകത്തുള്ള വൈറ്റമിൻ D3യുടെ സിന്തസിസിന് വേണ്ട പ്രിക്കഴ്സർ മോളിക്യൂൾ ഏതാണ് എന്നാ ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തത് പ്രെഡ്നിസോളോൺ ആണോ, രണ്ടാമത്തെന്ന് പറയുന്നത് എന്താണ് 7-ഡീഹൈഡ്രോ കൊളസ്ട്രോൾ ആണോ, മൂന്നാമത്തെ ഓപ്ഷൻ എസ്ട്രാഡിയോൾ ആണ്, നാലാമത്തെ ഓപ്ഷൻ ഐസോപ്രീൻ ആണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ് വരുന്നത്? സ്കിന്നാണ്. അതേപോലെ തന്നെ വൈറ്റമിൻ D3 ആണ്. അപ്പൊ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ 2 7-ഡീഹൈഡ്രോ കൊളസ്ട്രോൾ ആണ് എന്ത് ചെയ്യുന്നത്, വൈറ്റമിൻ D3യുടെ സിന്തസിസിന് വേണ്ട പ്രിക്കഴ്സർ മോളിക്യൂൾ ആയിട്ട് നമ്മുടെ സ്കിന്നിൽ ആക്ട് ചെയ്യുന്നു. ഓപ്ഷൻ 3 സെക്കൻഡ് ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ആർ ദി എക്സാമ്പിൾസ് ഓഫ് സൈറ്റോകൈൻസ്? സൈറ്റോകൈൻസിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ ഓപ്ഷൻ ടൈറ്റിൻ ആണ്, സെക്കൻഡ് വൺ ഇന്റർഫെറോൺസ് ആണ്, തേർഡ് വൺ കോളനി സ്റ്റിമുലേറ്റിംഗ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ CSF ആണ്, ഡി ഓപ്ഷൻ ഡി ഇതാണ് ഇന്റർലൂക്കിൻസ്, ഓപ്ഷൻ ഇ ഫെറിറ്റിൻ ആണ്. ഇതിനകത്ത് ഇപ്പൊ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പരിചയമുള്ള സൈറ്റോകൈൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഒന്നാമത്തത് ഇന്റർഫെറോൺ ഉണ്ട്, അതേപോലെ തന്നെ എന്താണ് ഇന്റർലൂക്കിൻസ് നമ്മൾ വളരെ ഫെമിലിയർ ആണ്. പിന്നെ ബാക്കിയുള്ള നമുക്ക് അത്ര വലിയ കൺഫ്യൂസിംഗ് ആണ് അല്ലെ. ഇത് രണ്ടും എന്തായാലും ഉണ്ട്. അപ്പൊ ബിയും ഡിയും എന്തായാലും ഉണ്ട്. അപ്പൊ ബിയും ഡിയും വരുന്ന രണ്ട് ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്. ഒന്നാമത്തെ എന്താണ് BCD ആണ്, രണ്ടാമത്തത് DAB ആണ്. ടൈറ്റിൻ വരുന്നതും അതേപോലെ തന്നെ എന്താണ് കോളനി സ്റ്റിമുലേറ്റിംഗ് ഫാക്ടേഴ്സ് വരുന്നതാണ്. അപ്പൊ ഇതിൽ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി റെഡിയാണ്, അല്ലെങ്കിൽ ബി സൈറ്റോകൈൻ ആണ്. സി അതായത് കോളനി സ്റ്റിമുലേറ്റിംഗ് ഫാക്ടേഴ്സ് സൈറ്റോകൈൻസിൽ വരുന്നതാണ്. മൂന്നാമത്തെ ഇന്റർലൂക്കിൻസും സൈറ്റോകൈൻസ് ആണ്. സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് BCD ഓൺലി ആണ്. ബാക്കിയൊന്നും എന്തല്ല സൈറ്റോകൈൻസിന്റെ എക്സാമ്പിൾ അല്ല. ഓപ്ഷൻ എന്ന് പറയുന്നത് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആണ്. Move to the next question. Which one of the following is correct about biogeochemical cycling? ബയോജിയോകെമിക്കൽ സൈക്ലിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് താഴെ കുറെ സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുള്ളത്. അതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഏതൊക്കെയാണ് എന്നാ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കി വെക്കാം. ഒന്നാമത്തത് ഇതാണ്, ദ സൈക്ലിംഗ് ബിറ്റ്വീൻ ഇനോർഗാനിക് CO2 ആൻഡ് ഓർഗാനിക് കാർബൺ ഒക്കേഴ്സ് എയറോബിക്കലി ആൻഡ് അനഎറോബിക്കലി ബൈ ദി മൈക്രോബ്സ് എന്നാ പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ ഓപ്ഷൻ ബയോജിയോകെമിക്കൽ സൈക്കിൾ ഈസ് നോട്ട് എനർജൈസ്ഡ് ബൈ സോളാർ എനർജി എന്നാണ്. ഇനി ഫോസ്ഫറസ് ഈസ് സൈക്കിൾഡ് in its oxidized state, phosphate and there is no gaseous form എന്നാ പറഞ്ഞത്. Phosphorus is cycled in its oxidized state, phosphate and there is no gaseous form എന്നാണ് ഫോസ്ഫറസ് സൈക്കിളിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തത് മീഥെയിൻ is a greenhouse gas of increasing concern due to its low global warming potential എന്നാണ്. നാലാമത്തെ ഓപ്ഷൻ ഇതാണ്, നൈട്രജൻ, ഫോസ്ഫറസ് ആൻഡ് സൾഫർ സൈക്കിൾ have gaseous component only എന്നുമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിനകത്ത് ബയോജിയോകെമിക്കൽ സൈക്കിൾസിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം അല്ലെ. ബയോജിയോകെമിക്കൽ സൈക്കിൾ ഇസ് നോട്ട് എനർജൈസ്ഡ് ബൈ സോളാർ എനർജി എന്ന് പറയുന്നത് ഇത് സ്റ്റേറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താണ്, മീഥെയിൻ ഈസ് എ ഗ്രീൻ ഹൗസ് ഗ്യാസ് ബട്ട് ഇറ്റ് ഹാവ് ലോ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ എന്നാണ് പറഞ്ഞത്. അപ്പൊ ഓപ്ഷൻ ഡിയും തെറ്റല്ലേ. ഇനി നൈട്രജൻ, ഫോസ്ഫറസ്, സൾഫർ സൈക്കിൾ ഹാവ് ഗാഷ്യസ് കോമ്പണന്റ് ഓൺലി, ഒരിക്കലും അല്ല. ഇതിലെന്തുണ്ട്, ഈ പറഞ്ഞ പോലെ തന്നെ ടെറസ്ട്രിയൽ ആയിട്ടുള്ള കോമ്പണൻസ് ഉണ്ട്. അപ്പൊ ഓപ്ഷൻ ബി തെറ്റാണ്, ഡി തെറ്റാണ്, ഇ തെറ്റാണ്. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ളത് എന്ത് മാത്രമേ ഉള്ളൂ, എയും സിയും മാത്രമേ ഉള്ളൂ. അപ്പം കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്, ഓപ്ഷൻ 4 എ ആൻഡ് സി ഓൺലി ആണ്. ബാക്കിയുള്ളതൊക്കെ എന്താണ്, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് വിത്ത് റിഗാർഡ് ടു ബയോജിയോകെമിക്കൽ സൈക്ലിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, വീണ്ടും ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. രണ്ട് സ്റ്റേറ്റ്മെന്റ് ഇവിടെ തന്നിട്ടുണ്ട്. Formation of additional coils due to twisting forces is referred to as DNA supercoiling.
ദി എൻസൈം രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്. ദി എൻസൈം DNA gyrase is also known as a topoisomerase 2 relax positive supercoiled DNA using energy from ATP എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്കൊന്ന് അനലൈസ് ചെയ്തൊക്കെ ഫോർമേഷൻ ഓഫ് അഡീഷണൽ കോയിൽസ്. അപ്പം ഈ അഡീഷണൽ കോയിൽസ് ട്വിസ്റ്റിംഗ് കൊണ്ട് ഉണ്ടാകുന്ന അഡീഷണൽ കോയിലിംഗിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? സൂപ്പർ കോയിലിംഗ് എന്നാണ് അല്ലെ. DNA സൂപ്പർ കോയിലിംഗ് ആണ്. അതിനകത്ത് വരുന്ന ഒരു എൻസൈമാണ്. ഈ സൂപ്പർ കോയിലിംഗ് വരുന്ന സമയത്ത് അത് റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എൻസൈമുകളെയാണ് നമ്മൾ ടോപ്പോ ഐസോമറൈസുകൾ എന്ന് വിളിക്കുന്നത്. അതിൽ വരുന്ന ഒന്നാണ് എന്ത്? DNA ഗൈറേസ് എന്ന് പറയുന്നതും. അതെന്ത് ചെയ്യാൻ തുടങ്ങും? പോസിറ്റീവ് സൂപ്പർ കോയിൽസിനാണ് എന്ത് ചെയ്യുന്നത്? റിമൂവ് ചെയ്യുന്നത്. റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് വേണം? ATPന്റെ എക്സ്പെൻഡിച്ചർ വളരെ അത്യാവശ്യമാണ് അല്ലെ. ATP യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഇവിടെ രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ എന്താണ്? ശരിയാണ്. സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ കറക്റ്റ് ആണ്. അപ്പൊ രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ ശരിയായതുകൊണ്ട് തന്നെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ 1 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഐഡന്റിഫൈ ദി അപ്രോപ്രിയേറ്റ് സീക്വൻസ് ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് ഡെൻഡ്രൈറ്റിക് സെൽ ഫ്രം ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെൽസ് ഇൻ ബോൺ മാരോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ബോൺ മാരോയിൽ വെച്ചിട്ട് ഡെൻഡ്രൈറ്റിക് സെല്ലിന്റെ പ്രൊഡക്ഷൻ, അതായത് ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെൽസിൽ നിന്ന് ഡെൻഡ്രൈറ്റിക് സെല്ലുകൾ ഉണ്ടാവുന്നതിന്റെ കറക്റ്റ് ആയിട്ടുള്ള സീക്വൻസ് ഓഫ് പ്രൊഡക്ഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ കുറച്ചുകൂടി എന്താണ്? ഈ ഒരു ഫിസിയോളജിന്റെ കുറച്ചുകൂടി ഡീപ്പർ ഏരിയാസ് ആണ്. അപ്പൊ വളരെ കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വേണം പഠിക്കാൻ ഈ സ്റ്റെപ്പുകളെല്ലാം. തൊട്ട് മുന്നേ നമ്മളിപ്പോ എന്താ ബയോകെമിസ്ട്രിയിലാണെന്നുണ്ടെങ്കിൽ സൈക്കിളുകൾ ചോദിച്ചിട്ടുള്ളത് കേട്ടിട്ടുണ്ട് അല്ലെ. ഇപ്പം കാൽവിൻ സൈക്കിൾ ആയിക്കോട്ടെ, അതല്ലാന്നുണ്ടെങ്കിൽ എന്താണ് കൊളസ്ട്രോളിലെ സിന്തസിസ് ആയിക്കോട്ടെ, ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ പ്രോസസ്സുകളൊക്കെ കുറച്ചുകൂടി എന്ത് ചെയ്യുക? വളരെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പഠിക്കുക. അപ്പൊ ഗ്ലൈക്കോളിസിസ് ആയാലും ക്രബ് സൈക്കിൾ ആയാലും തുടങ്ങി സൈക്കിളുകളുടെ സ്റ്റെപ്പുകൾ എന്ത് ചെയ്യുക? വളരെയധികം ഫെമിലിയർ ആക്കി വെക്കുക എൻസൈമുകൾ. ഇനി അടുത്തത് ഇതിന്റെ കറക്റ്റ് ഓപ്ഷൻ അല്ലെ ഈ ഒരു കറക്റ്റ് സീക്വൻസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇപ്പൊ നമുക്കിവിടെ തന്നിട്ടുള്ള ഓപ്ഷൻ എ ഇതാണ്. കോമൺ മൈലോയിഡ് പ്രോജനൈറ്റർ ആണ്. രണ്ടാമത്തെന്ന് പറയുന്നത് മോണോബ്ലാസ്റ്റ് ആണ്. ഓപ്ഷൻ സി കൊടുത്തിട്ടുള്ളത് ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെൽസ് ഇൻ ബോൺ മാരോ ആണ്. ഓപ്ഷൻ ഡി കൊടുത്തിട്ടുള്ളത് മോണോസൈറ്റ്സ്. ഇയിൽ വരുന്നത് എന്താണ്? ഡെൻഡ്രൈറ്റിക് സെല്ലാണ്. അപ്പൊ നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്താണ്? ഡെൻഡ്രൈറ്റിക് സെല്ല് ഫോം ചെയ്യണം അല്ലെ. ഡെൻഡ്രൈറ്റിക് സെൽ, അതായത് ഓപ്ഷൻ ഇ ആണ് ഏറ്റവും അവസാനം വരാനുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് ഓപ്ഷൻ 4 ഇവിടെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല അല്ലെ. ഓപ്ഷൻ ഇ ആണ് ഏറ്റവും അവസാനം വരേണ്ടതെന്ന് അറിയാം. അതേപോലെ തന്നെ ഏറ്റവും ആദ്യം ഫോം ചെയ്യുന്ന എന്താണ്? ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെൽസ് ആണെന്നുള്ള ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ സി ഏറ്റവും ആദ്യം വരണം, അതേപോലെ തന്നെ ഇ ഏറ്റവും അവസാനവും വരണം. അപ്പൊ അത് ഉറപ്പായല്ലോ. അപ്പൊ ഓപ്ഷൻ 1ഓ 2ഓ ആവാനുള്ള ചാൻസേ ഉള്ളൂ. ഇനി രണ്ടാമത് നടക്കുന്ന പ്രോസസ് എന്താണ്? കോമൺ മൈലോയിഡ് പ്രോജനൈറ്റർ ഫോം ചെയ്യുന്നതാണ്. ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെല്ലിൽ നിന്ന് എന്ത് ചെയ്യണം? കോമൺ മൈലോയിഡ് പ്രോജനൈറ്റർ എന്ത് ചെയ്യാൻ തുടങ്ങും? ഫോം ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഓപ്ഷൻ എ ആണ് രണ്ടാമത് നടക്കുന്നത്. അതിനുശേഷമാണ് എന്ത് ഫോം ചെയ്യുന്നത്? മോണോബ്ലാസ്റ്റുകൾ ഫോം ചെയ്യുന്നതും മോണോസൈറ്റുകൾ ഫോം ചെയ്യുന്നതും അതിനുശേഷം ഏറ്റവും അവസാനം എന്ത് ചെയ്യുകയും ചെയ്യും? ഡെൻഡ്രൈറ്റിക് സെല്ലുകൾ ഫോം ചെയ്യുകയും ചെയ്യും. അപ്പം ഒന്നാമത് ഈ ഒരു സി ആണ് ഏറ്റവും ആദ്യം നടക്കുക. then comes the A, B, D and E. അപ്പൊ ഓപ്ഷൻ 2 ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ദി കാരിയോടൈപ്പ് ഓഫ് ഇൻഡിവിജ്വൽ ഈസ് റിട്ടൺ ആസ് 47XX പ്ലസ് 21 എന്നാ കൊടുത്തിട്ടുള്ളത്. ഇൻഡിക്കേറ്റിംഗ്, ഇത് എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വെച്ചത്? 47XX ഉണ്ട്, അതേപോലെ തന്നെ എന്താണ് പ്ലസ് 21 എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ. 21-നകത്ത് ഒരു പ്ലസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ വിച്ച് മീൻസ് അതിനകത്ത് എന്തോ ഒരെണ്ണം എക്സ്ട്രാ ഉണ്ടല്ലോ അല്ലെ. 21st ക്രോമസോം ആണ് അവിടെ എക്സ്ട്രാ വരുന്നത്. അതേപോലെ തന്നെ ടോട്ടൽ 47 ക്രോമസോംസ് ഉണ്ട്. അതിൽ സെക്സ് ക്രോമസോംസ് എല്ലാം എന്താണ്? നോർമൽ ആണെന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇത് എന്തിന്റെ ഇൻഡിക്കേഷൻ ആണ്? ട്രൈസോമി ഓഫ് 21 അല്ലെങ്കിൽ എന്താണ്? ഡൗൺ സിൻഡ്രോമിന്റെ ഇൻഡിക്കേഷൻ ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ 2 ഡൗൺ സിൻഡ്രോം ആണ്. ഡൗൺ സിൻഡ്രോം ആണ് ഇവിടെ വരുന്നത്. ഇനി ബാക്കിയുള്ള ജെനറ്റിക് സിൻഡ്രോംസിന്റെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു കാരിയോടൈപ്സ് കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. എന്താണ് ടേണർ സിൻഡ്രോം, എന്താണ് ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം, അതിന്റെ കാരിയോടൈപ്പ് എങ്ങനെയാണെന്നുള്ളത് എന്ത് ചെയ്യുക? വളരെ കൃത്യമായിട്ട് ഈ ഒരു സമയത്ത് തന്നെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് വെക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ ക്ലോറോപ്ലാസ്റ്റ് ATP ജനറേഷൻ ബൈ കെമിയോസ്മോസിസ് മെക്കാനിസം ഇൻവോൾവ്. അതായത് ക്ലോറോപ്ലാസ്റ്റിനുള്ളിൽ ATP ജനറേഷൻ കെമിയോസ്മോസിസ് വഴി ATP ഉണ്ടാവുന്ന ഈ ഒരു പ്രോസസ്സിന് എന്തൊക്കെയാണ് ഇൻവോൾവ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തത് the diffusion of hydrogen ions from stroma to stroma in the presence of light എന്നാ പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത് the diffusion of hydrogen ions from thylakoid to another thylakoid space ആണോ? മൂന്നാമത്തെ ഓപ്ഷൻ ഇതാണ്. the diffusion of hydrogen ions from the stroma space to thylakoid through ATP synthase complex ആണോ?
നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ദ ഡിഫ്യൂഷൻ ഓഫ് ഹൈഡ്രജൻ അയോൺസ് ഫ്രം ദി തൈലക്കോയിഡ് സ്പേസ് ബാക്ക് ടു ദി സ്ട്രോമ ത്രൂ ATP സിന്തേസ് കോംപ്ലക്സസ് ആണ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താ ഇതിൽ വരുന്നത്? നത്തിങ് അല്ലെ. ഓപ്ഷൻ 4 ആണ് ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ ഡിഫ്യൂഷൻ ഓഫ് ഹൈഡ്രജൻ അയോൺസ് ഫ്രം ദി തൈലക്കോയിഡ് സ്പേസ് ടു ബാക്ക് ടു ദി സ്ട്രോമ ത്രൂ ATP സിന്തേസ് കോംപ്ലക്സ് വഴിയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു കെമി ഓസ്മോസിസ് മെക്കാനിസം നടക്കുന്നതും ATP ജനറേഷൻ ഉണ്ടാവുന്നതും ഒക്കെ അല്ലെ. അപ്പോ ഓപ്ഷൻ 4 ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊരു മാത്സ് ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ലിസ്റ്റ് 1 ലിസ്റ്റ് 2 കൊടുത്തിട്ടുണ്ട്. ലിസ്റ്റ് 1 DNA റെപ്ലിക്കേഷൻ പ്രോട്ടീൻസ് ആണ്. ലിസ്റ്റ് 2 അതിന്റെ ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോന്നും തമ്മിൽ എന്ത് ചെയ്യാം? കണക്ട് ചെയ്ത് നോക്കാം. അതിലിപ്പോ ഒന്നാമത് കൊടുത്തിരിക്കുന്ന എന്താണ്? DNA റെപ്ലിക്കേഷൻ പ്രോട്ടീനകത്ത് DNA പോളിമറൈസ് 3, DNA പോളിമറൈസ് 1, DNA ലിഗേസ് ടസും കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇനി അതിന്റെ ഫംഗ്ഷൻ കൊടുത്തിട്ടുള്ള എന്താണ്? bind to TR sequence and prevent the advancement of replication fork എന്നാ പറഞ്ഞിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? synthesizes DNA in the leading and lagging strand ആണ്. ഓപ്ഷൻ 3 കൊടുത്തിട്ടുള്ള എന്താണ്? which remove RNA primers fill in gap with DNA ആണ്. നാലാമത്തത് covalently attach adjacent Okazaki fragments എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ട് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് ഇതിൽ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന എന്താണ്? പ്രൈമേഴ്സിനെ റിമൂവ് ചെയ്യുന്നതും അതേപോലെ തന്നെ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതുമായിട്ടുള്ള എൻസൈം എന്ന് പറയുന്നത് വേറെ ഏതും അല്ല. എന്താണ്? ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ആരാണ് ഈ പറഞ്ഞ പോലെ തന്നെ RNA പ്രൈമേഴ്സിന് ഗ്യാപ്പ് ഫില്ല് ചെയ്ത് അവിടെ പുതിയത് ഉണ്ടാക്കണം അല്ലെ. അതിന് പറ്റുന്നത് DNA പോളിമറൈസ് 1 മാത്രമാണ് അല്ലെ. അപ്പൊ B1 കണക്ട് ചെയ്യുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. ഇനി ഇത് പോട്ടെ. DNA ലിഗേസ് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. അതായത് ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സിന് തമ്മിൽ കണക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ആര്? DNA ലിഗേസ് എന്ന് പറയുന്നത്. അപ്പൊ C നമുക്ക് എന്ത് ചെയ്യാം? 4 കണക്ട് ചെയ്യാം. C4 ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരൊറ്റ ഓപ്ഷൻ അല്ലേ നമുക്കുള്ളൂ. അത് ഏതാണ്? ഓപ്ഷൻ 3 ആണ്. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ 3 ആണ്. നമുക്ക് ടസിന് എന്ത് ചെയ്യാം? 1 കണക്ട് ചെയ്യാം. DNA പോളിമറൈസ് 3ന്റെ ഫംഗ്ഷൻ എന്താണ്? ലീഡിങ് സ്ട്രാൻഡും ലാഗിങ് സ്ട്രാൻഡും സിന്തസൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചിലപ്പോൾ ഒരൊറ്റ ഓപ്ഷൻ അറിയാം, അല്ലെങ്കിൽ ഒരൊറ്റെണ്ണം നമുക്ക് കണക്ട് ചെയ്യാൻ അറിയാന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മേ ബി അത് വളരെ കൃത്യമായിട്ട് നമുക്ക് അതിനകത്ത് വരുന്നത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് അതിന്റെ ആൻസറിലേക്ക് പെട്ടെന്ന് തന്നെ എത്താൻ പറ്റും. അത് കിട്ടുവാണെങ്കിൽ പിന്നെ കൂടുതലായിട്ട് ബാക്കിയുള്ള എല്ലാ ഓപ്ഷനും വായിച്ചു നോക്കി നമ്മൾ സമയം പോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അത്രയും ടൈമും കൂടെ എന്ത് ചെയ്യാൻ പറ്റും? ബാക്കിയുള്ള ക്വസ്റ്റിന്റെ മേലെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഹാർഡി-വെയ്ൻബെർഗ് ഇക്വേഷൻ ക്യാൻ ബി യൂസ്ഡ് ടു ടെസ്റ്റ്. ഹാർഡി-വെയ്ൻബെർഗ് ഈ ഒരു ഇക്വേഷനെ നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക? എന്താണ് ഹാർഡി-വെയ്ൻബെർഗ് ഇക്വേഷൻ എന്ന് പറയുന്നത്? T² + Q² = 1 എന്നുള്ളതാണ് അല്ലെ. അല്ലീലിക് ഫ്രീക്വൻസികളുടെ സം എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. എപ്പം? ഒരു ഇൻഡെഫിനിറ്റ്ലി ലാർജ് പോപ്പുലേഷൻ ആയിരിക്കണം. ദർ ഇസ് നോ മ്യൂട്ടേഷൻ, നോ നാച്ചുറൽ സെലക്ഷൻ, നോ മൈഗ്രേഷൻ ആൻഡ് ദർ ഇസ് റാൻഡം മീറ്റിംഗ് അല്ലെ. റാൻഡം മീറ്റിംഗ് ഉള്ള ഒരു സ്ഥലമാണ്. നാച്ചുറൽ സെലക്ഷൻ ഇല്ല, മ്യൂട്ടേഷൻ ഇല്ല, റീകോമ്പിനേഷൻ ഇല്ല, അതേപോലെ തന്നെ നോ മൈഗ്രേഷൻ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ അല്ലീലിക് ഫ്രീക്വൻസികളുടെ സം എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. ഈ അല്ലീലിക് ഫ്രീക്വൻസി എന്തായിരിക്കും? വിച്ച് വിൽ ബി കോൺസ്റ്റന്റ് ഫ്രം ജനറേഷൻ ടു ജനറേഷൻ എന്നാണ് ഹാർഡിയും വെയ്ൻബെർഗും പറഞ്ഞിട്ടുള്ളത് അല്ലെ. അത് എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക? വെദർ എവല്യൂഷൻ ഈസ് ഒക്കറിംഗ് അറ്റ് പോപ്പുലേഷൻ ലെവൽ പഠിക്കാനാണോ? ടു ഡിറ്റർമൈൻ ദി ജീനോടൈപ്സ് ഓഫ് ഓഫ്സ്പ്രിങ്സ് ഇൻ എ ജനറ്റിക് ക്രോസ് ആണോ? വെദർ എവല്യൂഷൻ ഈസ് ഒക്കറിംഗ് അറ്റ് ഇൻഡിവിജ്വൽ ലെവൽ ആണോ? To determine the phenotypes of offspring in a crossing experiment ആണോ? എന്തിനു വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുക? എവല്യൂഷൻ പഠിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അല്ലെ. അപ്പൊ ഈ ഹാർഡി-വെയ്ൻബെർഗ് ഇക്വിലിബ്രിയത്തിൽ ചേഞ്ച് ഉണ്ടാകുന്ന സമയത്ത് എന്തുണ്ടാവാൻ തുടങ്ങും? അവിടെ എവല്യൂഷൻ നടക്കും എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് പോപ്പുലേഷൻ ലെവൽ എങ്ങനെയാണ് എന്നുള്ളത് പഠിക്കാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു പോപ്പുലേഷൻ, ഒരു ഇൻഡെഫിനിറ്റ്ലി ലാർജ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷനെ പറ്റിയിട്ടാണ് എപ്പോഴും ഹാർഡി-വെയ്ൻബെർഗ് ഇക്വേഷൻ പറയുന്നത്. അപ്പൊ ആ ഒരു പോപ്പുലേഷനിൽ എങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ എവല്യൂഷൻ നടക്കുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക ഈ ഒരു ഹാർഡി-വെയ്ൻബെർഗ് ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ 1 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. എക്സ്ട്രാ ന്യൂക്ലിയർ ജീനോംസ് ഓഫ് മൈറ്റോകോൺട്രിയ ആൻഡ് ക്ലോറോപ്ലാസ്റ്റ് ഹാവ് ഇവോൾവ്ഡ് ഫ്രം. ഈ മൈറ്റോകോൺട്രിയയ്ക്കും അതേപോലെ തന്നെ ക്ലോറോപ്ലാസ്റ്റിനും ഒക്കെ എക്സ്ട്രാ ക്രോമസോമൽ ജീനോം അല്ലെങ്കിൽ എന്താ DNA അല്ലെ എക്സ്ട്രാ ന്യൂക്ലിയർ ജീനോംസ് ഉണ്ടെന്നുള്ള നമുക്കറിയാം. എങ്ങനെയാണ് ഈ മൈറ്റോകോൺട്രിയയും ക്ലോറോപ്ലാസ്റ്റും ഇവോൾവ് ചെയ്ത് വന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നാച്ചുറൽ സെലക്ഷൻ വഴിയാണോ? അഡാപ്റ്റീവ് റേഡിയേഷൻ വഴിയാണോ? ഹെറ്ററോപ്ലാസ്മി വഴിയാണോ? അല്ലെങ്കിൽ എൻഡോസിംബയോസിസ് വഴിയാണോ? നമ്മൾ ഇതിന് പഠിച്ചിട്ടുള്ള ഒരൊറ്റ തിയറി മാത്രമല്ലോ, അത് എൻഡോസിംബയോട്ടിക് തിയറിയാണ്. അതായത് ഈ പറഞ്ഞ എന്താണ് പ്രോകാരിയോട്ട് പോലെ ഓർഗാനിസം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഓർഗാനിസംസ് എന്ത് ചെയ്യാണ്?
നമ്മുടെ ഉള്ളിലേക്ക് ഈ യുക്കാരിയോട്ടിക് സെല്ലിന്റെ ഉള്ളിലേക്ക് വരുവാണ്. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റുവാണ്, നമ്മുടെ ഉള്ളില് അതിൻ്റെ ഉള്ളിൽ ഒരു എക്സ്ട്രാ സെൽ ഒരു ഓർഗനൽ ആയിട്ട് അവർ എക്സിസ്റ്റ് ചെയ്യാണ്. ഈ ഒരു പ്രോസസ്സിനെ അല്ലെങ്കിൽ തിയറിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്, എൻഡോസിംബയോട്ടിക് തിയറി എന്നാണ്. പ്രോസസ് എന്ന് പറയുന്നത് എന്താണ്, അപ്പം അവിടെ നടക്കുന്നത് എൻഡോ സിംബയോസിസുമാണ്. ഓപ്ഷൻ 4 ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. Moving on to the next one. What is the composition of membrane attack complexes in complement system? നമ്മുടെ കോംപ്ലിമെന്റ് സിസ്റ്റത്തിനകത്തുള്ള മെംബ്രെയിൻ അറ്റാക്ക് കോംപ്ലക്സുകളുടെ ശരിക്കുള്ള കോമ്പോസിഷൻ എന്തൊക്കെയാണ് എന്നാ ചോദിച്ചിട്ടുള്ളത്. ഇവിടെ കുറെ കൊടുത്തിട്ടുണ്ട്. C1, C29, C39, C6, C7 ആണോ, അല്ലെങ്കിൽ C5B, C3B, C29, C59, C4B ആണോ, അതും അല്ലെങ്കിൽ C3B, C29, C4B, C1, C3 ആണോ, അതല്ലെങ്കിൽ C5B, C6, C7, C8, C9 ആണോ. ഇതിനകത്ത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ അധികം കേൾക്കാത്ത സാധനമാണ് ഈ C29, C39 ഒക്കെ അല്ലെ. ഇതൊന്നും നമ്മൾ ഈ കോംപ്ലിമെന്റ് സിസ്റ്റത്തിന്റെ കറക്റ്റ് ഓർഡർ ആയിട്ട് നമ്മൾ കേട്ടിട്ടില്ല. കേട്ടെന്ന് മാത്രമുള്ളത് ഈ ഒരു C5B കേട്ടിട്ടുണ്ട്, C3, C7, C8, C9 കൊടുത്തിട്ടുണ്ടല്ലേ. അതിനകത്ത് നമുക്ക് ഉറപ്പിക്കാലോ ആ സാധനം അല്ല എന്നുള്ളത്. അപ്പൊ ഇവിടെ ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. Let's move on to the next question. The sequences essential for centromere function are. സെൻട്രോമിയർ ഫംഗ്ഷൻസിന് വേണ്ടിയിട്ട് വളരെ അത്യാവശ്യമായിട്ടുള്ള സീക്വൻസുകൾ ഏതൊക്കെയാണെന്നാ ചോദിച്ചത്. About 200 base pair long and very rich in GC pairs ആണോ, അല്ലെങ്കിൽ about 1000 base pair long and very rich in AU pairs ആണോ, അല്ലെങ്കിൽ about 130 base pair long and very rich in AT pairs ആണോ, അതും അല്ലെങ്കിൽ about 20,000 base pair long and very rich in lysine and arginine ആണ്. ഇതിനകത്ത് എന്തായാലും ഓപ്ഷൻ 4 എന്തായാലും അല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. അതായത് ബേസ് പെയർ ലോങ് വെരി റിച്ച് ഇൻ ലൈസിൻ ആൻഡ് ആർജിൻ നമുക്ക് പറയാൻ പറ്റില്ല. ഇനി എന്തുകൊണ്ടാണ് ഇപ്പൊ ഇതിനകത്ത് ഇപ്പം സെൻട്രോമിയർ എന്ന് പറയുമ്പോൾ DNA-കളാണ്. DNA-യിൽ ഒരിക്കലും AU പേയേഴ്സ് ഉണ്ടാവില്ല. അപ്പൊ ഓപ്ഷൻ 2 അല്ല 4 അല്ല എന്ന് നമുക്കറിയാം. ഇനി നമുക്ക് നോക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ സെൻട്രോമിയർ ഫംഗ്ഷൻസ് ആണ്. അപ്പം ഈ GC ബോണ്ടുകൾ എന്ന് പറയുന്നത് കുറച്ചുകൂടി ടൈറ്റ് ആണല്ലേ. അപ്പൊ അവിടെ കുറച്ചുകൂടി അത്രയും ആവശ്യമില്ല. അപ്പൊ വരേണ്ട എന്താണ്, സെൻട്രോമിയർ ഫംഗ്ഷനിങ്ങിനകത്ത് വരേണ്ട എന്താണ്, AT പേയേഴ്സ് ആണ്. അപ്പൊ ഓപ്ഷൻ 3 ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. About 130 base pair long and very rich in AT pairs ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. Moving on to the next question. Which one of the following statement is incorrect about gel electrophoresis? ജെൽ ഇലക്ട്രോഫോറസിസിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നുള്ളതാണ്. നമുക്ക് ഓരോന്നും വായിച്ചു നോക്കാം, അതിനനുസരിച്ച് ഞാൻ കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത് പറയാം കേട്ടോ. ഒന്നാമത്തത്, പ്രോട്ടീൻസ് ഓർ ന്യൂക്ലിക് ആസിഡ് ഫ്രാഗ്മെന്റ്സ് ആർ സെപ്പറേറ്റഡ് ബേസ്ഡ് ഓൺ ദെയർ നെറ്റ് ചാർജസ് ആൻഡ് മാസ് ആണല്ലോ. നമ്മൾ തൊട്ട് മുന്നത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കാണുകയും ചെയ്താണ് അല്ലെ. അപ്പൊ പ്രോട്ടീൻസോ ന്യൂക്ലിക് ആസിഡ്സോ ഫ്രാഗ്മെന്റ്സിനെ ആക്കിയിട്ട് നമ്മൾ അതിനെ സെപ്പറേറ്റ് ചെയ്യുന്ന എന്തിനെ ബേസ് ചെയ്തിട്ടാണ്, മെയിൻ ആയിട്ടും ചാർജും മാസിനെയും ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. രണ്ടാമത്തത്, differential migration of these molecules through agarose gel or polyacrylamide gel in which small particles move slowly to resolve better എന്നാ പറയുന്നത്. അപ്പോ ഈ ഒരു അഗാരോസ് ജെല്ലിലൂടെ അല്ലെങ്കിൽ പോളി അക്രിലമൈഡ് ജെല്ലിലൂടെ സ്മോളർ പാർട്ടിക്കിൾസ് ആണ് കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുക. ലാർജ് മോളിക്കുലർ സൈസ് ഉള്ള പാർട്ടിക്കിൾസ് എന്ത് ചെയ്യാൻ സ്ലോവർ ആയിട്ട് മൂവ് ചെയ്യുള്ളൂ അല്ലെ. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ ഇൻകറക്റ്റ് ആയിട്ടുള്ളത്. ഇലക്ട്രിക്കൽ ചാർജ് ദാറ്റ് ഈസ് ഓൺ DNA മോളിക്യൂൾ ഹെൽപ് ദം ടു മൂവ് ടുവാർഡ്സ് ആനോഡ്. ശരിയാണ്, കറക്റ്റ് ആയിട്ടുള്ളതാണ് അല്ലെ. ചാർജിനെ ബേസ് ചെയ്തിട്ടാണ് DNA മൂവ് ചെയ്യാൻ. അതേപോലെ തന്നെ മൈഗ്രേഷൻ ഓഫ് സ്മോൾ DNA ഫ്രാഗ്മെന്റ്സ് ത്രൂ ജെൽ ഈസ് ക്വിക്ലി എന്നാണ്. ചെറിയ ഫ്രാഗ്മെന്റ്സ് ആണെങ്കിൽ വളരെ ക്വിക്ക് ആയിട്ട് എന്ത് ചെയ്യാൻ ട്രാൻസ്പോർട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ തെറ്റായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഓപ്ഷൻ 2 ആണ്. ബാക്കി 3 സ്റ്റേറ്റ്മെന്റുകൾ എന്താണ്, കറക്റ്റ് ആയിട്ടുള്ള. Let's move on to the next question. Which is not the antimicrobial peptide? താഴെ പറഞ്ഞതിൽ ഏതാണ് ആന്റി മൈക്രോബിയൽ പെപ്റ്റൈഡ് എന്ന് പറയുന്നത്? അതിപ്പോ ഏതാണ് ആന്റി മൈക്രോബിയൽ പെപ്റ്റൈഡ് എന്നാണ് ചോദിച്ചത്. അപ്പൊ അതില് കാത്തലിസിഡിൻ ഉണ്ട്, അതേപോലെ തന്നെ ഡിഫെൻസിൻ ഉണ്ട്, ഇമ്മ്യൂണോഗ്ലോബുലിൻ ഉണ്ട്, അതേപോലെ ഹിസ്റ്റാറ്റിൻ ഉണ്ട് അല്ലെ. ഇതിൽ ഏതാണ് ആന്റി മൈക്രോബിയൽ പെപ്റ്റൈഡ് അല്ലാത്തത്? ആന്റി മൈക്രോബിയൽ പെപ്റ്റൈഡ് അല്ലാത്ത ഒരു സാധനം മാത്രമേ ഉള്ളൂ. അതെന്താണ്, ഇമ്മ്യൂണോഗ്ലോബുലിൻ ആണ് അല്ലെ. Immunoglobulins and their antibodies. Choose the correct answer from the match list 1 list 2. അതായത് മാച്ച് ഫോളോയിങ് ആണ്. രണ്ടെണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കണക്ട് ചെയ്ത് നോക്കാം ഓരോന്നും. ഒന്നാമത്തെ ലിസ്റ്റിനകത്ത് കൊടുത്തിട്ടുള്ളത് ഇത് ശരിക്കും നമ്മുടെ ഗ്ലൈക്കോളിസിസ് ആണ്. അപ്പൊ
അപ്പൊ അതിന്റെ എൻസൈമുകളും അതേപോലെ തന്നെ അതിന്റെ പ്രോസസ്സുകളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈസി ആയിട്ട് ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ കേട്ടോ. നോക്കി വെക്കാം. ഹെക്സോകൈനേസ് ഉണ്ട്, രണ്ടാമത്തത് പൈറുവേറ്റ് കൈനേസ് ഉണ്ട്, ആൽഡോളൈസ് ഉണ്ട്, ഈനോളൈസ് ഉണ്ട്. ഇനി നമുക്ക് ലിസ്റ്റ് 2-നകത്താണെന്നുണ്ടെങ്കിൽ 2-ഫോസ്ഫോഗ്ലിസറേറ്റ് 2-ഫോസ്ഫോ-ഈനോൾ പൈറുവേറ്റ് ഉണ്ട്, അല്ലെങ്കിൽ PEP. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? ഫ്രക്ടോസ് 1,6-ബിസ്ഫോസ്ഫേറ്റ് 2-ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് ആൻഡ് DHAP എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ ഓപ്ഷൻ എന്താണ്? ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റത്തെ എന്താണ്? ഫോസ്ഫോ-ഈനോൾ പൈറുവേറ്റ് പൈറുവേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇതില് നമുക്ക് കൃത്യമായിട്ട് അറിയുന്നത് ഇപ്പോ ഗ്ലൈക്കോളിസിസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം ഒരുവിധം അറിയാം. പക്ഷെ എന്നാലും നമുക്ക് ഏറ്റവും ആദ്യം കണക്ട് ചെയ്യാൻ പറ്റുന്നത്, ഞാൻ പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ പൈറുവേറ്റ് കൈനേസ് ആണ് നോക്കുക. എനിക്കത് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പൈറുവേറ്റ് കൈനേസിനെ നമുക്ക് ഈ ഒരു ഫോസ്ഫോ-ഈനോൾ പൈറുവേറ്റുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണക്ട് ചെയ്യാൻ പറ്റും. ഫോസ്ഫോ-ഈനോൾ പൈറുവേറ്റുമായിട്ട് നമുക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ B4 ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. B4 ആയിട്ട് കണക്ട് ചെയ്ത ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, അത് ഓപ്ഷൻ 2 ആണ്. A1 ആയിട്ട് കണക്ട് ചെയ്യാം. അതായത് ഹെക്സോകൈനേസിനെ നമുക്ക് എന്ത് ചെയ്യാം? 2-ഫോസ്ഫോഗ്ലിസറേറ്റ് 2-ഫോസ്ഫോ-ഈനോൾ പൈറുവേറ്റ് ആക്കി മാറ്റുന്നത് ഹെക്സോകൈനേസ് ആണ്. അതേപോലെ തന്നെ എന്താണ് രണ്ടാമത്തത്? B4 നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതേപോലെ തന്നെ C2 ആണ്. ആൽഡോളൈസ് ചെയ്യുന്നത് എന്താണ്? ഫ്രക്ടോസ് 1,6-ബിസ്ഫോസ്ഫേറ്റിനെ ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റും DHAP ആക്കി മാറ്റുന്ന ആരാണ്? ആൽഡോളൈസ് ആണ്. അതേപോലെ ഏറ്റവും അവസാനത്തെ ഈനോളൈസിന്റെ ഫംഗ്ഷൻ എന്താണ്? 2-ഫോസ്ഫോഗ്ലിസറേറ്റിനെ ഫോസ്ഫോ-ഈനോൾ പൈറുവേറ്റ് ആക്കി മാറ്റുന്ന ആരാണ്? ഈനോളൈസ് ആണ്. അപ്പം D1 ആണ്. അപ്പൊ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഈ ഒരു എണ്ണം കണക്ട് ചെയ്തപ്പോ തന്നെ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടിയില്ലേ? നമുക്ക് എത്രത്തോളം സമയം ലാഭമാണെന്ന് അറിയാം. നമ്മൾ ഒരു പൊതുവെ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ഒരു റുട്ടീൻ എന്താണ്? എല്ലാം കണക്ട് ചെയ്ത് നോക്കുമല്ലേ. ഒരെണ്ണം കണക്ട് ചെയ്തു, ആ ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് വരുന്ന, അല്ലെങ്കിൽ വേറെ ഒന്നിലും അത് വരുന്നില്ല എന്നുണ്ടെങ്കിൽ വി കൻ ഡയറക്ട്ലി ഗോ ടു ദാറ്റ് ആൻസർ. ബാക്കിയുള്ളതിന് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഫർദർ ആയിട്ട് ചെക്ക് ചെയ്ത് സമയം പോക്കേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാം ഇവിടെ ഫിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് കറക്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതായത് വളരെ വൈസ് ആയിട്ട് എന്ത് ചെയ്യാം, വളരെ ക്വിക്ക് ആയിട്ടും വൈസ് ആയിട്ടും ചെയ്യാം. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്നതിന് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു സ്കില്ല് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അക്വയർ ചെയ്തെടുക്കാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണേ. The functions of telomerase is. Telomerase എന്ന് പറയുന്ന telomeres-ന്റെ the functions of telomere is. Telomeres-ന്റെ ഫംഗ്ഷൻ എന്താണ്? ഒന്നാമത്തെ ഓപ്ഷൻ ഇതാണ്. They protect intact eukaryotic chromosome from improper fusion and degradation. രണ്ടാമത്തത് attack the intact eukaryotic chromosome at the centromeric region എന്നാണ്. മൂന്നാമത്തത് they degrade the intact eukaryotic ക്രോമസോം എന്നാണ്. നാലാമത്തത് പ്രൊട്ടക്ട് ഇൻടാക്ട് ക്രോമസോം ഫ്രം ഹിസ്റ്റോൺ പ്രോട്ടീൻ. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. രണ്ടെണ്ണം നമുക്ക് ഈസി ആയിട്ട് ഒഴിവാക്കാം. ടീലോമിയേഴ്സ് ഉള്ളത് കൊണ്ടാണ് ഈ പറഞ്ഞ DNA കുറച്ചുകൂടി പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത് അല്ലെ. അപ്പൊ ഒരിക്കലും ഓപ്ഷൻ 3-ഉം 4-ഉം ആവില്ല. കാരണം എന്താ? ഡീഗ്രേഡ് ദി ഇൻടാക്ട് യൂക്കാരിയോട്ടിക് ക്രോമസോം എന്ന് പറയുന്നത് ഒരിക്കലും ടീലോമിയേഴ്സിന്റെ ഫംഗ്ഷൻ അല്ല. അപ്പൊ ഓപ്ഷൻ 3 എന്തായാലും അല്ല. അതേപോലെ തന്നെ എന്താണ് ഓപ്ഷൻ 4 ഒന്ന് നോക്കി നോക്കൂ. പ്രൊട്ടക്ട് ഇൻടാക്ട് ക്രോമസോം ഫ്രം ഹിസ്റ്റോൺ പ്രോട്ടീൻ. പ്രോട്ടീനിൽ നിന്ന് ഒരിക്കലും നമുക്ക് DNA-നെ അല്ലെ ക്രോമസോമിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. നമ്മുടെ കോയിലിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അല്ലെ. അപ്പൊ അത് എന്തായാലും അല്ല. ഇനി അറ്റാക്ട് ഇൻടാക്ട് യൂക്കാരിയോട്ടിക് ക്രോമസോംസ് അറ്റ് ദി സെൻട്രോമെറിക് റീജിയൻ. സെൻട്രോമെറിക് റീജിയനിൽ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താണ് പോർഷൻ അല്ല ഈ ടീലോമിയേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഏത് മാത്രമേ വരുന്നുള്ളൂ? നമ്മുടെ ക്രോമസോംസിനെ അല്ലെ യൂക്കാരിയോട്ടിക് ക്രോമസോംസിനെ പ്രൊട്ടക്ട് ചെയ്യുക, അതേപോലെ തന്നെ ഇംപ്രോപ്പർ ആയിട്ടുള്ള ഫ്യൂഷനിൽ നിന്നോ ഡീഗ്രഡേഷനിൽ നിന്നോ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ടീലോമിയേഴ്സ് അല്ലെങ്കിൽ എൻഡിലുള്ള റീജിയൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊരു മാച്ച് ദ ഫോളോയിങ് ആണ്. രണ്ട് കണക്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അല്ലെ രണ്ട് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണത്തിൽ ഫൈലവും രണ്ടെണ്ണത്തിൽ ആ ഫൈലത്തിന്റെ സാലന്റ് ഫീച്ചേഴ്സ് ആണ്. വളരെ ക്വിക്ക് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഒന്നാമത്തെ പോറിഫെറ, രണ്ടാമത്തെ ബി ആയിട്ട് ടീനോഫോറ, പ്ലാറ്റിഹെൽമിന്ത്, സാൻലേഡ. ഇനി അതിന്റെ സാലന്റ് ഫീച്ചേഴ്സിൽ ബോഡി സെഗ്മെന്റേഷൻ ലൈക്ക് റിംഗ്സ്, ബോഡി വിത്ത് പോസ് ആൻഡ് കനാൽസ് ഇൻവോൾവ്സ്. മൂന്നാമത്തെ ഓപ്ഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് കോംപ്ലീറ്റ്സ് ഫോർ ലോക്കോമോഷൻ. നാലാമത്തത് ഫ്ലാറ്റ് ബോഡി ആൻഡ് സർഫസ്. ഇത് നമുക്കിപ്പം നിങ്ങൾക്ക് വളരെ ക്വിക്ക് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ലൈക്ക് ഇതിലിപ്പോ എന്താ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ആദ്യം പോറിഫെറ നോക്കാം. ബോഡി വിത്ത് പോറിഫെറനകത്താണ് പോസ് ഉണ്ടാവുക അല്ലെങ്കിൽ കനാൽസ് വിത്ത് വാൾസ്. അപ്പം എ നമുക്ക് 2 ആയിട്ട് കണക്ട് ചെയ്യാം. ടീനോഫോറ കോംബ് പ്ലേറ്റ്സ് അല്ലെ, കോംബ് ജെല്ലീസ്, സീ വാൾനട്ട്സ് എന്നൊക്കെയാണ് എന്റെ കോമൺ നെയിം എന്ന് പറയുന്നത്. അപ്പൊ ടീനോഫോറനെ നമുക്ക് എന്ത് ചെയ്യാം? B3 ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. അതേപോലെ തന്നെ പ്ലാറ്റിഹെൽമിന്തസ് ഓപ്ഷൻ സി ആണ്. സി നമുക്ക് എന്തായാലും കണക്ട് ചെയ്യാം. ഫ്ലാറ്റ് ബോഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്ലാറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഫ്ലാറ്റ് എന്നാണ് മീനിങ്.
ഇനി അതേപോലെ തന്നെ അനലിഡ, ആന്യൂൾസ് അല്ലെ റിംഗ് ലൈക്ക് ആയിട്ടുള്ള ബോഡിയാണ് ഉള്ളത്. അപ്പൊ ബോഡി സെഗ്മെന്റേഷൻ ഉള്ളത് കൊണ്ടാണ് റിംഗ് പോലെ ഇത് ഫോം ചെയ്തിട്ടുള്ളത്. സോ ഡി നമുക്ക് 2 ആയിട്ട് കണക്ട് ചെയ്യാം. അപ്പൊ ഇങ്ങനെ കണക്ട് ചെയ്ത് കിട്ടുന്ന സമയത്ത് നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ ഏതാണ് വരുന്നത്? യെസ്, ഓപ്ഷൻ 3 ആണ്. അതായത് പോറിഫറ. നമുക്ക് ഓപ്ഷൻ 3 ആണ് വരുന്നത്. പോറിഫറനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോസുമായിട്ട് കണക്ട് ചെയ്യാം. ടീനോഫോറ കോംപ്ലേറ്റ്, പ്ലാറ്റിയൽ ഫ്ലാറ്റ് ബോഡി, അനലിഡ സെഗ്മെന്റേഷൻ ലൈക്ക് റിംഗ്. അപ്പൊ ഇതേപോലെ നമുക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യും. ഇതിലിപ്പോ ഏതെങ്കിലും ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അല്ലെ? അപ്പൊ ഞാൻ പൊതുവെ ചെയ്യുന്ന ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് നോക്കും. പെട്ടെന്ന് നോക്കി നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ ഓപ്ഷൻസിൽ നോക്കും ഏതാണോ തെറ്റായി കിടക്കുന്നത്. അപ്പം ഈ ഒരു ഇതിനകത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഓപ്ഷൻ സി ചെക്ക് ചെയ്യാം. ഓപ്ഷൻ സി എല്ലാത്തിന്റെയും ഡിഫറെന്റ് ആണ്. ഒന്നാമത്തെ ആൻസറിലാണെന്നെങ്കിൽ C2 ആണ്, രണ്ടാമത്തേൽ C3 ആണ്, C4 ആണ്, മൂന്നാമത്തേല് നാലാമത്തേലാണ് C1 ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏക ആൻസർ കിട്ടും അല്ലെ? പ്ലാറ്റി എലിമെന്റ്സിനെ നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം. ഫ്ലാറ്റ് ബോഡി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻസർ ഏതാ വരിക? C4 ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരെണ്ണേ ഉള്ളൂ, ഓപ്ഷൻ 3 ആണ്. ഇങ്ങനെയും നമുക്ക് ആൻസേഴ്സിലേക്ക് എത്താം. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ഉണ്ടായിക്കൊണ്ടിരുന്ന ഐറ്റമാണ്. മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക. അതുവഴി നിങ്ങൾക്ക് ഈ ഒരു സ്കിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ലെറ്റ്സ് ഡിസ്കസ് ദിസ് ക്വസ്റ്റ്യൻ. റേഡിയേഷൻ സോഴ്സ് ഓഫ് TEM അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി. ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയുടെ റേഡിയേഷൻ സോഴ്സ് എന്താണെന്ന് ചോദിച്ചത് വളരെ സില്ലി ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി ആണ് അല്ലെ? UV ലൈറ്റ് ആണോ, അല്ലെങ്കിൽ ഇലക്ട്രോൺ ബീം ആണോ, വിസിബിൾ ലൈറ്റ് ആണോ, അല്ലെങ്കിൽ മൈക്രോവേവ് ആണോ? ഈ കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ 2 ഇലക്ട്രോൺ ബീം ആണ് ഇവിടെ റേഡിയേഷൻ സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഇവിടെ ഇല്യൂമിനേറ്റ് ചെയ്യുന്ന ഐറ്റം അല്ലെങ്കിൽ എനർജി അല്ലെങ്കിൽ റേഡിയേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 2 envelope spikes in influenza virus, that is HA and NA stands for. ഇൻഫ്ലുവൻസ വൈറസിലെ HA യും NA എന്ന് പറയുന്ന 2 സ്പൈക്കുകൾ എന്താണ് മീൻ ചെയ്യുന്നത്? രണ്ടാമത്തെ ഓപ്ഷൻ ഹീമഗ്ലൂട്ടിനിൻ ആൻഡ് ന്യൂലാമിനിഡേസ് ആണോ? അതേപോലെ തന്നെ മൂന്നാമത്തെ ഓപ്ഷൻ ഹീമോഗ്ലോബിൻ ആൻഡ് ന്യൂറോസെപ്രിൻ ആണോ? അല്ലെങ്കിൽ നാലാമത്തെ ഓപ്ഷൻ ഹീം ആൻഡ് നെക്സിം ആണോ? ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാ വരുന്നത്? HA ആണ് അല്ലെ? HA എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് അവിടെ വരിക? ഹീമഗ്ലൂട്ടിനിൻ ആണ്. രണ്ടാമത്തത് NA ആണ്. ന്യൂലാമിനിഡേസ് ആണോ എന്നുള്ളതാണ് അല്ലെ? അപ്പൊ ഇതിൽ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ 2 ഹീമഗ്ലൂട്ടിനിൻ ആൻഡ് ന്യൂലാമിനിഡേസ് ആണ്. ഓപ്ഷൻ 2 ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടോപ്പോ ഐസോമറൈസ് 2 ഇൻട്രൊഡ്യൂസസ് ദി. ടോപ്പോ ഐസോമറൈസ് 2ന്റെ ഫംഗ്ഷൻ എന്നാണ് അല്ലെ? പോസിറ്റീവ് സൂപ്പർ കോയിൽസ് വരുന്ന സമയത്ത് അതിനെ റിലാക്സ് ചെയ്യുക, റിസോൾവ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനകത്ത് കണ്ടതാണ്. അപ്പൊ സിംഗിൾ സ്റ്റാൻഡേർഡ് സൂപ്പർ കോയിൽസ് ഇൻ DNA ആണോ? ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സൂപ്പർ കോയിൽസ് ഇൻ DNA ആണോ? നെഗറ്റീവ് സൂപ്പർ കോയിൽസ് ഇൻ DNA ആണോ? അല്ലെങ്കിൽ പോസിറ്റീവ് സൂപ്പർ കോയിൽസ് ഇൻ DNA ആണോ ചെയ്യുന്നത്? എന്താണ് ഇതിന്റെ ആൻസർ എന്നാ ചോദിച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ കണ്ടു തന്നെയാണ്. പോസിറ്റീവ് സൂപ്പർ കോയിൽസ് വരുന്ന സമയത്ത് ടോപ്പോ ഐസോമറൈസ് 2 വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പൊ അതെന്ത് ചെയ്യാൻ തുടങ്ങും? വിച്ച് ഇൻട്രൊഡ്യൂസ് നെഗറ്റീവ് സൂപ്പർ കോയിൽസ് ആൻഡ് റിലാക്സസ് ദി പോസിറ്റീവ് സൂപ്പർ കോയിൽസ് അല്ലെ? പോസിറ്റീവ് സൂപ്പർ കോയിൽസിനെ റിലാക്സ് ചെയ്യാൻ വേണ്ടി നെഗറ്റീവ് സൂപ്പർ കോയിൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് അവിടെ ചെയ്യുന്നത്. സോ ഓപ്ഷൻ 3 ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. The most distinctive feature of the phylum Echinodermata is the presence of water vascular system which help in എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ എക്കൈനോഡെർമേറ്റയുടെ ഒരു മേജർ ഇമ്പോർട്ടൻസ് സാധനമാണ് എന്ത്? വാട്ടർ വാസ്കുലാർ സിസ്റ്റം എന്ന് പറയുന്നത്. അതിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിക്കും. ലോക്കോമോഷൻ ആണോ? ശരിയാണ്, ലോക്കോമോഷൻ ഉണ്ട്. രണ്ടാമത്തത് ക്യാപ്ചർ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ഫുഡ് ആണോ? ശരിയാണ്, അതും ഇതിന്റെ ഒരു ഫംഗ്ഷൻ ആണ്. മൂന്നാമത്തെ റെസ്പിറേഷൻ ആണോ? റെസ്പിറേഷൻ ഇതിന്റെ ഫംഗ്ഷൻ ആണ് അല്ലെ? അപ്പൊ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ 4 ഒന്ന് നോക്കി നോക്കൂ. ലോക്കോമോഷൻ, ക്യാപ്ചർ, ട്രാൻസ്പോർട്ട് ഓഫ് ഫുഡ് ആൻഡ് റെസ്പിറേഷൻ ആണല്ലേ. ഈ 4 ഫംഗ്ഷനും ആർക്ക് വരുന്നുണ്ട്? ഈ ഒരു വാട്ടർ വാസ്കുലർ സിസ്റ്റത്തിന് വരുന്നുണ്ട്. അപ്പൊ ഓപ്ഷൻ 4 ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ 4 ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. Given below are 2 statements. One is labeled as assertion and the other labeled as reason അല്ലെ? അസേർഷൻ റീസൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ അസേർഷൻ നമുക്ക് വായിച്ചു വെക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ കറക്റ്റ് ആണോ അല്ലെ റീസൺ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്തും കൂടെ പോവാം. Glucan's homeostasis relies predominantly on the antagonistic efforts of the hormones insulin and glucagon. ഇനി അതിന്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ശരിയാണല്ലേ? ഗ്ലൂക്കൻസ് ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത് എല്ലാം എന്താണ്? ഈ ഹോർമോൺസ്, ഇൻസുലിൻ, ഗ്ലൂക്കഗോൺ ഇതിന്റെയൊക്കെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ എന്താണ് ഇതിന്റെയൊക്കെ എഫക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? റിലേ ചെയ്യുന്നത്. അപ്പൊ അത് ശരിയാണ്, അസേർഷൻ ശരിയാണ്. ഇനി രണ്ടാമത് നോക്കാം.
when the blood glucose level rises above the normal range, the secretion of insulin trigger the uptake of glucose from the blood into body cells, decreasing the blood glucose concentration. When the blood glucose level drops below the normal range, the secretion of glucagon promotes the release of glucose into the blood from energy stores such as liver glycogen, increasing the blood glucose concentration എന്ന് പറഞ്ഞാൽ. ശരിക്കും ഇതാണ് എന്ത് ഈ ഒരു ഗ്ലൂക്കോസ് ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത്. അപ്പൊ രണ്ടും എന്താണ്, ശരിയാണ് തന്നെയോ അല്ല എന്താണ് ഇതിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇവിടെ റീസൺ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഓപ്ഷൻ 1 ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരിക. ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ കറക്റ്റ് ആൻഡ് റീസൺ ഇസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ എ എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ 1 ആണ്. Let's move on to the next question. If the template strand of a segment of gene has nucleotide sequence 3' into the ഇങ്ങനെയാണ് GCTAGC 5' what nucleotide sequence will be present in the RNA transcript specified by this gene segment എന്നാ പറഞ്ഞത്. ഈ ഒരു സെഗ്മെന്റ് ഓഫ് DNA സ്പെസിഫൈ ചെയ്യുന്ന RNAയിൽ എന്ത് സീക്വൻസ് ആയിരിക്കും വരുന്നുണ്ടാവുക എന്നുള്ളതാണല്ലേ. നമുക്ക് ഇതിനകത്ത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ കാര്യമുള്ളൂ. RNAയിൽ ഒരിക്കലും ഇതിപ്പോ സീക്വൻസ് കണ്ടുപിടിക്കാനൊന്നും പോകണ്ട ഇപ്പൊ തൽക്കാലം, കാരണം തൈമിൻ വന്നിട്ടുണ്ട്, ഇവിടെ തൈമിൻ ഉണ്ട്, ഇവിടെ തൈമിൻ ഉണ്ട്. RNAയിനുള്ളിൽ തൈമിൻ ഉണ്ടാവില്ല. RNAയിനുള്ളിൽ തൈമിന് പകരം യുറാസിലാണ് ഉണ്ടാവുക. അപ്പൊ അതുള്ളത് ഒരൊറ്റ സീക്വൻസ് മാത്രമേ ഉള്ളൂ, അത് സെക്കൻഡ് വൺ ആണ്. എന്നതിന് ശേഷം അതായത് ഇതും ജസ്റ്റ് നോക്കിയതിനു ശേഷം ബാക്കി അടുത്തേക്ക് പോയാൽ മതി അല്ലെ. നമുക്ക് ഇതിന്റെ കറക്റ്റ് സീക്വൻസ് ഒന്ന് വരച്ചു നോക്കുകയാണെങ്കിൽ ഇങ്ങനെ വരിക. ഇപ്പൊ നമുക്ക് തന്നിട്ടുള്ളത് GCTAAGC എന്നാണ് അല്ലെ. അപ്പൊ അതിന് കോംപ്ലിമെന്ററി ആയിട്ട് RNA വരയ്ക്കുമ്പോൾ എന്താ വരിക, CGAUUCG എന്നാണ്. അപ്പൊ അത് വരുന്നു കറക്റ്റ് ആണ്. ഇതിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല, നമുക്ക് വളരെ ക്വിക്ക് ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാം. ജസ്റ്റ് ഫൈൻഡിങ് ദി T. RNAയിൽ ടൈമിൽ ഉണ്ടാവില്ല, പകരം എന്തായിരിക്കും യുറാസിലായിരിക്കും. ഈ ഒരു ഡിഫറൻസ് ഓഫ് വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ലിസ്റ്റ് 1-നകത്ത് DNAs 1, RNAs H, S1 ന്യൂക്ലിയേസ് ആൻഡ് ടെർമിനൽ ട്രാൻസ്ഫറേസ് കൊടുത്തിട്ടുണ്ട്. ലിസ്റ്റ് 2-നകത്താണെന്നുണ്ടെങ്കിൽ എന്താ ഉള്ളത്, DNA degrade single stranded DNA, add nucleotides to the 3' end of DNA. തേർഡ് ഓപ്ഷൻ വരുന്നത് ഇറ്റ് പ്രൊഡ്യൂസസ് സിംഗിൾ സ്റ്റാൻഡേർഡ് നിക്സ് എന്നാണ്. അപ്പം നാലാമത്തെ ഓപ്ഷൻ വരുന്നത് ഡീഗ്രേഡ്സ് ദി DNA ദി RNA പോർഷൻ ഓഫ് DNA RNA ഹൈബ്രിഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാ കണക്ട് ചെയ്യാൻ പറ്റുക? ഇതിനകത്ത് ഇപ്പൊ നമുക്ക് അറിയാവുന്നതൊക്കെ തമ്മിലൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പം DNAs 1-നെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന എന്താണ്, ഈ പറഞ്ഞ DNA-നെ ബ്രേക്ക് ചെയ്യുന്ന എന്താണ്, സിംഗിൾ സ്റ്റാൻഡേർഡ് DNA പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അല്ലെ. അപ്പൊ A നമുക്ക് 3 ആയിട്ട് കണക്ട് ചെയ്യാം. A 3 ആയിട്ട് വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ 2 ആണല്ലേ. അത് കഴിഞ്ഞ നമുക്ക് എന്ത് ചെയ്യാം, B RNAs H ആണ്. അതിന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണ്, വിച്ച് ഡിഗ്രേഡ് ദി RNA പോർഷൻ ഓഫ് DNA RNA ഹൈബ്രിഡ്. ഒരു ഹൈബ്രിഡ് ഉണ്ടെങ്കിൽ അതിൽ RNA പോർഷനെ ഡിഗ്രേഡ് ചെയ്യുന്ന ആളാണ് ആര്, RNAs H എന്ന് പറയുന്നത്. പിന്നെ S1 ന്യൂക്ലിയസ് എന്ന് പറയുന്നത് എന്താ ചെയ്യുന്നത്, വിച്ച് ഡിഗ്രേഡ് സിംഗിൾ സ്റ്റാൻഡേർഡ് DNA. ടെർമിനൽ ട്രാൻസ്ഫറേസ് എന്താ ചെയ്യുന്നത്, വിച്ച് ആഡ് ന്യൂക്ലിയോടൈഡ്സ് ടു ദി 3' end of DNA. അപ്പൊ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഓപ്ഷൻ 2 ആണ്. അപ്പൊ ഒരെണ്ണം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഈസി ആയിട്ട് ബാക്കിയുള്ളതും കൂടെ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇതൊരു 2 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. 2 സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കുക, എന്നതിന് ശേഷം കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇതാണ് ചെയ്യേണ്ടത്. നോർത്തേൺ ABD ആൻഡ് വെസ്റ്റേൺ ബ്ലോട്ടിംഗ് ടെക്നിക്, നോർത്തേൺ ആൻഡ് വെസ്റ്റേൺ ബ്ലോട്ടിംഗ് ടെക്നിക്സ് ആർ യൂസ്ഡ് ടു സൈസ് ആൻഡ് ക്വാണ്ടിഫൈ RNA ആൻഡ് പ്രോട്ടീൻ മോളിക്യൂൾ റെസ്പെക്റ്റീവ്ലി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നോർത്തേൺ ബ്ലോട്ടിങ്ങും വെസ്റ്റേൺ ബ്ലോട്ടിങ്ങും എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. SD ആണ്, അതായത് സദേൺ ബ്ലോട്ടിംഗ് ഈസ് യൂസ്ഡ് ഫോർ DNA, WP വെസ്റ്റേൺ ബ്ലോട്ടിംഗ് ഫോർ പ്രോട്ടീൻ ആൻഡ് NR ആണ്, അതായത് നോർത്തേൺ ബ്ലോട്ടിംഗ് ഫോർ RNA എന്നുള്ള രീതിയിലാണ് ഞാൻ ഓർത്ത് വെക്കാറുള്ളത്. WP SD NR വെസ്റ്റേൺ ബ്ലോട്ടിംഗ് പ്രോട്ടീനും നോർത്തേൺ ബ്ലോട്ടിംഗ് RNAക്കും സദേൺ ബ്ലോട്ടിംഗ് DNAക്കും ആണല്ലോ. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയല്ലേ? യെസ്. രണ്ടാമത് നോക്കാം. ഇൻ ബ്ലോട്ടിംഗ് ടെക്നിക് മോളിക്യൂൾസ് ആർ ട്രാൻസ്ഫേർഡ് ഫ്രം ജെൽ ടു എ മെംബ്രെയിൻ ബൈ കാപ്പിലറി ആക്ഷൻ. മെംബ്രെയിനിൽ നിന്ന് ഈ ജെല്ലിൽ നിന്ന് എന്ത് ചെയ്യാണ്, നൈട്രോസെല്ലോസ് മെംബ്രെയിന്റെ മേലെ ബ്ലോക്ക് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണ്, കാപ്പിലറി ആക്ഷൻ വഴിയാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പൊ ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ ട്രൂ ഹിയർ. കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഓപ്ഷൻ 1 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഗിവൺ ബിലോ ആർ 2 സ്റ്റേറ്റ്മെന്റ്സ്. അപ്പൊ അത് സെയിം അസേർഷൻ റീസണിങ് ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ ഉണ്ടാവും, റീസണും ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഏതാണ്ട് നിങ്ങൾ വളരെ ഫെമിലിയർ ആയിട്ടുണ്ടാവും. അസേർഷൻ വായിച്ചു നോക്കാം. In tertiary structure of protein, hydrophobic side chains are held interior
while the hydrophilic groups are on the surface of the protein molecule എന്ന് പറഞ്ഞത് ശരിയാണല്ലോ. അതായത് ഹൈഡ്രോഫിലിക് ആയിട്ടുള്ളത് പുറത്തും ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ഉള്ളിലേക്കും ആയിട്ട് വരിക. ഇനി അതർ ദാൻ അതിന്റെ റീസൺ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. അതർ ദാൻ ഹൈഡ്രജൻ ബോണ്ട്, ഡൈസൾഫൈഡ് ബോണ്ട്, അയണിക് ഇന്ററാക്ഷൻ, ഇലക്ട്രോസ്റ്റാറ്റിക് ഇന്ററാക്ഷൻ, വാൻ ഡെർ വാൾസ് ഫോഴ്സസ് ഓൾസോ hydrophobic interaction and van der Waals forces also contribute to the tertiary structure of protein. ശരിയാണല്ലോ. പക്ഷേ രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിൽ കൂടിയിട്ടും എന്താണ് ആദ്യത്തെ അസേർഷന്റെ കറക്റ്റ് റീസൺ ആണോ അത്? ഹൈഡ്രോഫോബിക് എന്റെ ഉള്ളോട്ടേക്ക് വരാനും അല്ലെങ്കിൽ ഹൈഡ്രോഫിലിക് എന്റെ പുറത്ത് വരാനുള്ള റീസൺ ആണോ അത്? അല്ലല്ലോ. അപ്പൊ രണ്ട് സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ്, പക്ഷെ എന്തല്ല, അസേർഷന്റെ കറക്റ്റ് ആയിട്ടുള്ള റീസൺ അല്ല രണ്ടാമത് കൊടുത്തിരിക്കുന്നത്. സോ സെക്കൻഡ് ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ, but reason is not the correct explanation of assertion. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. Lamb brush chromosomes were first discovered in salamander oocytes by ആരാണ് ഈ ലാംബ് ബ്രഷ് ക്രോമസോംസിനെ ഏറ്റവും ആദ്യമായി സലമാൻഡർ oocyteൽ കണ്ടുപിടിച്ചതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. E.G. ബാൽബിയാനി ആണോ, അല്ലെങ്കിൽ റോബർട്ട് ഹുക്ക് ആണോ, അല്ലെങ്കിൽ റക്ലിറ്റ് ആണോ, അല്ലെങ്കിൽ വാൽട്ടർ ഫ്ലെമിംഗ് ആണോ? ഇതിൽ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇത് നമുക്കൊരു കുറച്ച് കൺഫ്യൂസിംഗ് ആയിരിക്കും. ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? വാൽട്ടർ ഫ്ലെമിംഗ് ആണ് ഇതിന്റെ ആൻസർ എന്ന് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഡിഫറൻസസ് ഇൻ അബ്സോർപ്ഷൻ ഓഫ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡഡ് സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റ് ഈസ് മെഷേർഡ് ബൈ. അതായത് ലെഫ്റ്റും റൈറ്റ് ഹാൻഡഡ് ആയിട്ടുള്ള സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റിന്റെ അബ്സോർപ്ഷനെ നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ സർക്കുലർലി പോളറൈസ്ഡ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അത് ശ്രദ്ധിക്കണം. NMR ആണോ, മാസ് സ്പെക്ട്രോമെട്രി അല്ലെങ്കിൽ MS ആണോ നമ്മൾ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ CD സ്പെക്ട്രോസ്കോപ്പി അല്ലെങ്കിൽ സർക്കുലർ ഡൈക്രോയിസം സ്പെക്ട്രോസ്കോപ്പി ആണോ, അല്ലെങ്കിൽ UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി ആണോ യൂസ് ചെയ്യുക? ഇവിടെ അതിൽ സർക്കുലർലി പോളറൈസ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഫർദർ കൺഫ്യൂഷൻസിന്റെ ആവശ്യമില്ല. കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ 3 CD സ്പെക്ട്രോസ്കോപ്പി ആണ് വരിക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The polar head group in spingomyelins is composed of. സ്പിഞ്ചോമൈലിൻസിന്റെ പോളാർ ഹെഡ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നാ ചോദിച്ചിട്ടുള്ളത്. ഗ്ലിസറോൾ ഓർ എഥനോളമൈൻ ആണോ, അല്ലെങ്കിൽ സെറീൻ ഓർ ഗ്ലിസറോൾ ആണോ, അതോ അല്ലെങ്കിൽ ഫോസ്ഫോക്ലോറിൻ ഓർ ഫോസ്ഫോ എഥനോളമീൻ ആണോ, അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഓർ സ്റ്റീറോൾ കൊണ്ടാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ വലിയ സംശയത്തിന് ആവശ്യമില്ല. സ്പിഞ്ചോമൈലിൻ ആണ്, അപ്പൊ ഇത് ഫോസ്ഫോലിപ്പിഡ് ആണ്. അപ്പൊ അതിനകത്ത് എന്തുണ്ട്? ഫോസ്ഫോ കോളിൻ ഉണ്ടാവും, അതേപോലെ തന്നെ ഫോസ്ഫോ എഥനോളമൈനും കൊണ്ടാണ് ഇതിന്റെ പോളാർ ഹെഡ് ഫോം ചെയ്തിരിക്കുന്നത്. കറക്റ്റ് ഓപ്ഷൻ 3 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് മൈക്രോ ഓർഗാനിസം പ്രൊഡ്യൂസസ് ഡെക്സ്ട്രാൻ? താഴെ കൊടുത്തതിൽ ഏതാണ് ഡെക്സ്ട്രാൻ ഉണ്ടാക്കുന്നത് നോക്കി വെക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ ക്ലോസ്ട്രിഡിയം അസിറ്റോബ്യൂട്ടിലിക്കം ആണ്. രണ്ടാമത്തെന്ന് പറയുന്നത് ല്യൂക്കോനോസ്റ്റോക് മിസെന്റലിയോഡസ് ആണ്. രണ്ടാമത്തെന്ന് പറയുന്നത് എന്താണ്? മിസെന്റലോയിഡസ് ആണ്. രണ്ടാമത്തത് ബാസിലസ് സബ്റ്റിലിസ്. തേർഡ് വൺ എന്താണ്? ഫോർത്ത് വൺ എന്താണ്? എൻറ്ററോബാക്ടൽ എയോജീൻസ് ആണ്. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയത് ഡെക്സ്ട്രാൻ ഉണ്ടാക്കുന്ന ഓർഗാനിസം എന്ന് പറയുന്നത് ല്യൂക്കോനോസ്റ്റോക് മിസെന്റലോയിഡസ് ആണ്. അപ്പൊ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ 2 ആണ്. അടുത്ത ക്വസ്റ്റ്യനും ഒരു അസേർഷൻ റീസണിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് നമുക്ക് നോക്കി വെക്കാം. അസേർഷൻ ഇതാണ്. PCR is a technique to amplify large quantities of a specific DNA. ഒരു സ്പെസിഫിക് DNA ലാർജ് ക്വാണ്ടിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ PCR യൂസ് ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത്. സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രണ്ടാമത്തത് PCR അതിന്റെ റീസൺ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെയാണെന്ന് ആവണം അത്, അല്ലെ? നോക്കാം. PCR ടെക്നിക് ഇൻവോൾവ്സ് ദി ഫോളോയിങ് സ്റ്റെപ്സ്: റീനാച്ചുറേഷൻ, ഡീനാച്ചുറേഷൻ ആൻഡ് സിന്തസിസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? അല്ല. അതെന്താണ്? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? അസേർഷൻ ഈസ് ട്രൂ ബട്ട് ദി റീസൺ ഈസ് ഫോൾസ് എന്നാണ്. അപ്പൊ ഓപ്ഷൻ 3 ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതേപോലെ ഒരു സീക്വൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റ് ഓർഡറിലേക്ക് ആക്കിയിട്ട് മാറ്റണം. അപ്പൊ അതിൽ ഒന്നാമത് കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് എന്താണ്, അതിനെ പറ്റിയിട്ടാന്നുള്ളത് നോക്കാം. ഐഡന്റിഫൈ ദി കറക്റ്റ് സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ഡിറ്റക്ഷൻ ഓഫ് സ്പെസിഫിക് DNA ഫ്രാഗ്മെന്റ്സ് ഫ്രം എ മിക്സ്ചർ ഓഫ് DNA. ഒരു മിക്സ്ചർ ഓഫ് DNAയിൽ നിന്ന് നമ്മളൊരു സ്പെസിഫിക് ഫ്രാഗ്മെന്റ് ഓഫ് DNA എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് അവിടെ ചോദിക്കുന്നത്. A കൊടുത്തിരിക്കുന്നത് DNA സെപ്പറേറ്റഡ് ബൈ ഇലക്ട്രോഫോർസസ് ആൻഡ് വിഷ്വലൈസ്ഡ് ബൈ സ്റ്റെയിനിങ് ആണോ? B ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഫിൽട്ടർ ഈസ് പ്ലേസ്ഡ് ഇൻ സീൽഡ് ബാഗ് വിത്ത് സൊല്യൂഷൻ കണ്ടെയ്നിങ് റേഡിയോ ആക്റ്റീവ് പ്രോബ് ആണോ? ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള DNA സാമ്പിൾസ് ആർ കട്ട് ബൈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസസ് ആൻഡ് ലോഡഡ് ഓൺ ടു ജെൽ ഉണ്ട്. അടുത്തെന്ന് പറയുന്നത് എന്താണ്? ഫിൽട്ടർ ഈസ് വാഷ്ഡ് ടു റിമൂവ് എക്സസ് പ്രോബ് ആൻഡ് പ്ലേസ്ഡ് ഓൺ എക്സ്റേ ഫിലിം ടു പ്രൊഡ്യൂസ് ഇമേജ്. അതേപോലെ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് എന്താണ്?
DNA binding filter, paper towels and waves are placed on a gel. Due to capillary action, DNA fragments bind to the membrane എന്നാണ് പറഞ്ഞത്. ഈ ഒരു ക്വസ്റ്റ്യൻ നേരെ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ അത് ഓർത്ത് വെക്കണം. നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാൻ ഇവിടെ പറ്റുന്ന ഒരു സാധനം ഇപ്പൊ തന്നെ ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ കാപ്പിലറി ആക്ഷൻ വഴിയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ജെല്ലിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്നു എന്നുള്ളത് മനസ്സിലായി. ഇനി ഇതിനകത്ത് ഏറ്റവും ആദ്യം നടക്കുന്ന പ്രോസസ് എന്താണ്? ഓപ്ഷൻ സി ആണ്. DNA സാമ്പിൾസ് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് വെച്ച് കട്ട് ചെയ്യണം അല്ലെ. രണ്ടാമത് നടക്കുന്ന പ്രോസസ് എന്താണ്? അതിനെ ഇലക്ട്രോഫോർസിസ് ചെയ്യണം, എന്നിട്ട് സ്റ്റെയിൻ ചെയ്യണം അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യണം? മൂന്നാമത്തെ നടക്കുന്ന പ്രോസസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളിവിടെ ഏറ്റവും അവസാനം എന്താ കൊടുത്തിട്ടുള്ള DNA ബൈൻഡിങ് ഫിൽറ്റർ പേപ്പർ ടവൽസ് നമ്മൾ കൊടുക്കാൻ തുടങ്ങും അല്ലെ. അതേപോലെ തന്നെ എന്താണ്? അതിന്റെ മേലെ നമ്മളൊരു പ്രോബ് വെച്ചിട്ടുള്ള സൊല്യൂഷൻ കൊണ്ട് എന്ത് ചെയ്യാൻ തുടങ്ങും? അവസാനം അതിന് ബാഗ് സീൽ ചെയ്യാൻ തുടങ്ങും. അടുത്ത ഏറ്റവും അവസാനം എന്താണ്? ഈ ഒരു ഫിൽട്ടർ വാഷ് ചെയ്യാൻ തുടങ്ങും. എക്സസ് പ്രോബ്സിനെ നമ്മൾ റിമൂവ് ചെയ്യും. എന്നതിന് ശേഷം എന്ത് ചെയ്യും? എക്സ്റേ ഫിലിമിന്റെ മേലെ പ്ലേസ് ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇമേജ് ചെയ്യും. ഇതിന്റെ കറക്റ്റ് ഓർഡർ എങ്ങനെയാ വരുന്നത്? ഒന്നാമത് വരുന്നത് സി ആണ്, രണ്ടാമത് വരുന്നത് എന്താണ്? എ ആണ്. സി എ വരുന്ന ഒരൊറ്റ കോമ്പിനേഷൻ മാത്രമേ ഉള്ളൂ. സി മാത്രം അറിയാന്നുണ്ടെങ്കിൽ കൂടിയിട്ട് നമുക്ക് ഈ ആൻസർ കംപ്ലീറ്റ് ചെയ്താൽ അല്ലേ. ആദ്യത് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് വെച്ച് കട്ട് ചെയ്യണ്ടേ അല്ലെ. അപ്പൊ അത് തുടങ്ങി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാം ചെയ്യാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ ഫൈനൽ സ്റ്റെപ്പ് കൃത്യമായിട്ട് അറിയാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ആൻസറിലേക്ക് ഈസിയായിട്ട് കറക്റ്റ് ആയിട്ട് പോകാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. എ നെർവ് ഇമ്പൾസ് ഈസ് ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ ന്യൂറോൺ ടു അനദർ ത്രൂ ജംഗ്ഷൻ കോൾഡ്. ഇപ്പൊ നെർവ് ഇമ്പൾസ് ഒരു ന്യൂറോണിൽ നിന്ന് അടുത്തൊരു ന്യൂറോണിലേക്ക് എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? ആ ജംഗ്ഷനെ പറയുന്ന പേരെന്താണ്? ഡെൻഡ്രൈറ്റ് എന്നാണോ, സിനാപ്സ് എന്നാണോ, ആക്സോൺ എന്നാണോ, ഇമ്പൾസ് എന്നാണോ? വലിയ ഡ്രാമയുടെ ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ 2 സിനാപ്സ് ആണെന്ന് അറിയാം. രണ്ട് ന്യൂറോണുകൾ തമ്മിലുള്ള ഗ്യാപ്പിനെയാണ് നമ്മൾ സിനാപ്സ് എന്ന് വിളിക്കുന്നത് അല്ലെ. ആ ഒരു സിനാപ്റ്റിക് ജംഗ്ഷൻ അല്ലെങ്കിൽ ക്ലഫ്റ്റ് എന്ന് വിളിക്കുന്നത്. ഈ ഒരു ജംഗ്ഷൻ അല്ലെങ്കിൽ എന്താണ്, ഈ ഒരു കണക്ഷനെയാണ് നമ്മൾ സിനാപ്സ് എന്നും പറയുന്നത്. ഇതിലൂടെയാണ് എന്ത് ചെയ്യുക? ഈ ഒരു ഇമ്പൾസുകൾ ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നുണ്ടാവും. രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ തന്നെയാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പൊ സ്റ്റേറ്റ്മെന്റുകൾ വായിച്ചു വെക്കാം. ശരിയാണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യാം. ഫൈറ്റോ ഹോർമോൺ എത്തിലീൻ പ്രൊമോട്ട്സ് സെനസെൻസ് ആൻഡ് അബ്സിഷൻ ഓഫ് പ്ലാന്റ് ഓർഗൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ പറഞ്ഞ എത്തിലീൻ എന്ത് ചെയ്യുന്നുണ്ട്? സെനസെൻസിനെയും അതേപോലെ തന്നെ അബ്സിഷൻ ഓഫ് പ്ലാന്റ് ഓർഗൻസിനെയും പ്രൊമോട്ട് ചെയ്യുന്നു എന്നാ പറയുന്നത്. ശരിയാണല്ലോ അല്ലെ. അപ്പൊ റൈപ്പനിങ് മാത്രമല്ല, ഈ ഒരു അബ്സിഷനെയും സെനസെൻസിനെയും ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ആര്? എത്തിലീൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് കോമ്പൗണ്ട് ആസ് സോഴ്സ് ഓഫ് എത്തിലീൻ എന്ന് പറയുന്നത് എന്താണ്? എത്തഫോൺ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അതായത് എത്തിലീന്റെ ഒരു മേജർ സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് എത്തഫോൺ ആണ്. കറക്റ്റ് ആണ്. രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അപ്പോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, സെക്കൻഡും ശരിയാണെങ്കിൽ ഓപ്ഷൻ 1 ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ദാറ്റ് ഈസ് ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ കറക്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ക്വസ്റ്റ്യൻ നോക്കാം. ആപ്ലിക്കേഷൻ ഓഫ് ജനറ്റിക് ഫിംഗർ പ്രിന്റിംഗ് ഈസ് നോട്ട് ഡയറക്ട്ലി ലിങ്ക്ഡ് വിത്ത്. ജനറ്റിക് ഫിംഗർ പ്രിന്റിംഗിന്റെ ഒരു ഡയറക്റ്റ് ആപ്ലിക്കേഷൻ അല്ലാത്ത എന്താണ് എന്ന് ചോദിച്ചത്? ഐഡന്റിഫിക്കേഷൻ ഓഫ് ശരിയല്ലേ, യൂസ് ചെയ്യുന്നതാണ് അല്ലെ. അപ്പൊ അതല്ല. രണ്ടാമത്തത് സ്പീഷീസ് കൺസർവേഷൻ. സ്പീഷീസുകൾ കൺസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇത് യൂസ് ചെയ്യാൻ പറ്റും. ലൈക്ക് ഏതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഡിറ്റർമിനിങ് പെറ്റേണിറ്റി. പെറ്റേണിറ്റിയിൽ ഡൗട്ട് ഉണ്ടാവുക, ഡിസ്പ്യൂട്ടഡ് പാരന്റേജ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ജനറ്റിക് ഫിംഗർ പ്രിന്റിംഗ് യൂസ് ചെയ്യാം. ഏറ്റവും അവസാനത്തെ എന്താണ്? പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ട്. പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ടിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ ഒരു ജനറ്റിക് ഫിംഗർ പ്രിന്റിങ്ങിനെ നമുക്ക് യൂസ് ചെയ്തിട്ട് അതിന്റെ ഒരു സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടെ തെറ്റായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്താണ്? DNA ഫിംഗർ പ്രിന്റിങ്ങിന്റെ ഒരു ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ അല്ലാത്ത എന്താണ്? ഓപ്ഷൻ 4 പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ട് ആണ്. അത് കണ്ടുപിടിക്കാൻ നമുക്ക് ഫിംഗർ പ്രിന്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി വെക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സെക്രീറ്റ് പ്രൊജസ്റ്ററോൺ ഹോർമോൺ? പ്രൊജസ്റ്ററോൺ സെക്രീറ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞതിൽ ആരാണ് എന്നാ ചോദിച്ചിട്ടുള്ളത്? ലേഡിക് സെൽസ് ആണോ, അല്ലെങ്കിൽ കോർപ്പസ് ലൂട്ടിയം ആണോ, സെർട്ടോളി സെൽസ് ആണോ, ഗ്രാഫിയൻ ഫോളിക്കിൾ ആണോ? ഇതിനകത്ത് ഇപ്പൊ നമുക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളത് കോർപ്പസ് ലൂട്ടിയം ഉണ്ട്, ഗ്രാഫിയൻ ഫോളിക്കിൾ ഉണ്ട് അല്ലെ. അല്ലാതെ ലേഡിക് സെൽസും സെർട്ടോളി സെൽസും മെയിൽസിനകത്താണ്. അതിൽ സംശയം നമുക്ക് വരാനില്ല. കോർപ്പസ് ലൂട്ടിയം ആണോ, ഗ്രാഫിയൻ ഫോളിക്കിൾ ആണോ? ഇതിനകത്ത് കൺഫ്യൂഷന്റെ ആവശ്യമില്ല. പ്രൊജസ്റ്ററോൺ സെക്രീറ്റ് ചെയ്യുന്നത് കോർപ്പസ് ലൂട്ടിയം ഉള്ളതുകൊണ്ടാണ് അല്ലെ. പ്രഗ്നൻസി ഹോർമോൺ ആണ്. പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ എന്താണ് യൂട്രസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് കോർപ്പസ് ലൂട്ടിയം അവിടെ ഉള്ളതുകൊണ്ടാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രൊജസ്റ്ററോൺ സെക്രീറ്റ് ചെയ്യുന്നത് ഈ ഒരു കോർപ്പസ് ലൂട്ടിയം ആണ്. ഓപ്ഷൻ 2 ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. Which is not a heteropolysaccharide of extracellular matrix in multicellular animals? മൾട്ടിസെല്ലുലാർ ആനിമൽസിൽ ഒരു ഹെറ്ററോപോളിസാക്കറൈഡ് അല്ലാത്തത് ഏതാണ് എന്നാ ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഇതാണ്, ഹയാലുറോനാൻ ആണ്. ഈ അവിടെ ഇല്ലാത്തതാണ്, ഹയാലുറോനാൻ ആണ്. രണ്ടാമത്തത് കെരാറ്റിൻ സൾഫേറ്റ് ആണ്. മൂന്നാമത്തത് കെരാറ്റിൻ ആണ്. ഫോർത്ത് ഓപ്ഷൻ ഹെപ്പരിൻ ആണ്.
ഇതില് ഹെട്രോപോളിസാക്കറൈഡ് അല്ലാത്തത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ, ദാറ്റ് ഇസ് കെരാറ്റിൻ. അപ്പൊ ഓപ്ഷൻ 3 ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം എന്താണ് ഈ ഒരു എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സുമായിട്ട് അല്ലെങ്കിൽ എന്താണ് മൾട്ടി സെല്ലുലാർ ആനിമൽസിന്റെ എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഹെട്രോപോളിസാക്കറൈഡ്സ് അല്ലാത്തത്. അടുത്തത് വിച്ച് റേഡിയോ ഐസോട്ടോപ്പ് ഈസ് യൂസ്ഡ് ടു ലേബൽ 5' എൻഡ് ഓഫ് DNA ഓർ RNA. DNA ഓർ RNAയുടെ 5' എൻഡിനെ ലേബൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് എന്താണ് എന്നാ ചോദിച്ചിട്ടുള്ളത്. ഈ 5' എൻഡിൽ ഉണ്ടാവുന്നത് ഫോസ്ഫറസ് ആണ്. അപ്പം അതിനെ നമുക്ക് ലേബൽ ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇതിനകത്ത് P32 മാത്രമാണ് അല്ലെ. ഇതിനകത്ത് ഓപ്ഷൻ 2 ആയിട്ടുള്ള P32 മാത്രമാണ്. S32 അല്ലെങ്കിൽ C14 C12 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ലേബൽ ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആണ്. അടുത്തത് ഒരു അസേർഷൻ റീസണിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കിത് വായിച്ചു നോക്കാം, ഇതിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ എന്നുള്ളത് നോക്കി നോക്കാം. അസേർഷൻ പറയുന്നത് ഇതാണ്: ഇൻ ടെറിഡോഫൈറ്റ് ജനറ ലൈക്ക് സെലാജിനെല്ല ആൻഡ് സെൽവീനിയ പ്രൊഡ്യൂസസ് ഹെട്രോസ്പോർ എന്നാണ്. ഇപ്പം ടെറിഡോസ് ആയിട്ടുള്ള സെലാജിനെല്ലയും സാൽവീനിയും ഒക്കെ ഹെട്രോസ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ശരിയാണല്ലേ. ഇനി എന്തുകൊണ്ടാണ് ഇതിന്റെ റീസൺ ആണോ നോക്കാം. Heterospore in pteridophytes is a precursor to the seed habit, which is an important step of evolution. അതായത് ഈ ഒരു ഹെട്രോസ്പോറി എന്ന് പറയുന്നത് എന്താണ്, സീഡ് ഹാബിറ്റ് തുടങ്ങുന്നതിന് മുന്നേ ഉണ്ടായിരുന്നുള്ള ഒരു പ്രിക്കേഴ്സർ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. അപ്പൊ ഒരു എവല്യൂഷന്റെ ഒരു സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ഈ ടെറിഡോയിലുള്ള ഈ ഒരു ഹെട്രോസ്പോർ ഫോർമേഷൻ നമുക്ക് കണക്കാക്കാൻ പറ്റും. ഇത് രണ്ടും ശരിയല്ലേ, കറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ അല്ലേ. അപ്പൊ ഓപ്ഷൻ 1 ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ബോത്ത് എ അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് റീസൺ ഈസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ എന്ന് നമുക്ക് പറയാനും പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: ഇൻ ദി കീ എഫക്ട്സ് ഓഫ് ജനറ്റിക് ഡ്രിഫ്റ്റ് ആർ. ജനറ്റിക് ഡ്രിഫ്റ്റിന്റെ കീ എഫക്റ്റുകൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തത് സിഗ്നിഫിക്കന്റ് ഇൻ സ്മോൾ പോപ്പുലേഷൻ. ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാൻഡം ചേഞ്ച് ആണ് അല്ലെ, റാൻഡം ചേഞ്ചിനാണ് അല്ലീൽ ഫ്രീക്വൻസീസ് ആണ്. അപ്പം ഇതിപ്പോ ഒരു സിഗ്നിഫിക്കന്റ് ആവണമെന്നുണ്ടെങ്കിൽ സ്മോൾ പോപ്പുലേഷൻ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സിഗ്നിഫിക്കന്റ്. ഇപ്പൊ ലാർജ് ആണ് അധികം എന്ത് ചെയ്യില്ല, അറിഞ്ഞോളന്നില്ല അല്ലെ. അപ്പൊ ഈ ഒരു ജനറ്റിക് ഡ്രിഫ്റ്റ് അത്രയും എഫക്റ്റീവ് ആയിട്ട് വന്നോളം അല്ലെ അവിടെ എന്താണ് കാണിച്ചോളന്നില്ല. അപ്പൊ സ്മോൾ പോപ്പുലേഷൻ ആകുമ്പോൾ അത് കുറച്ചും കൂടി എന്താണ് സിഗ്നിഫിക്കന്റ് ആണ്. അപ്പൊ ഓപ്ഷൻ എ എന്താണ് ശരിയാണ്. രണ്ടാമത്തത് വിച്ച് കോസ് അല്ലീൽ ഫ്രീക്വൻസീസ് ടു ചേഞ്ച് ചാർജ് അറ്റ് റാൻഡം എന്നാ പറഞ്ഞത്. അതായത് ചേഞ്ച് ആണ്, കോസ് അല്ലീലിക് ഫ്രീക്വൻസീസ് ടു ചേഞ്ച് അറ്റ് റാൻഡം. അതായത് ഈ പറഞ്ഞ ജനറ്റിക് ഡ്രിഫ്റ്റ് നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, അല്ലീലിക് ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യാൻ തുടങ്ങും. നമ്മൾ ഹാർഡി വെൻബർഗിൽ പഠിച്ചതാണല്ലേ, ഈക്വിലിബ്രിയം അല്ലീലിക് ഫ്രീക്വൻസി സിമിലർ ആയിട്ട് എന്ത് ചെയ്യില്ല, ഈ പറഞ്ഞ ജനറ്റിക് ഡ്രിഫ്റ്റ് ഉണ്ടെങ്കിൽ നിൽക്കില്ല, വിച്ച് വിൽ ചേഞ്ച് ഓർ അത് റാൻഡം ആയിട്ട് മാറാൻ തുടങ്ങും അല്ലെ. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ നോക്കി നോക്കൂ, ലീഡ് ടു ലോസ് ഓഫ് ജനറ്റിക് വേരിയേഷൻ വിത്തിൻ പോപ്പുലേഷൻ. വേരിയേഷൻ എന്ത് ചെയ്യാൻ തുടങ്ങും, ലോസ് അല്ലെങ്കിൽ എന്താണ് വിച്ച് ലീഡ് ടു ലോസ് ഓഫ് ജനറ്റിക് വേരിയേഷൻ വിത്തിൻ പോപ്പുലേഷൻ. പോപ്പുലേഷനുള്ള ജനറ്റിക് വേരിയേഷൻ എന്ത് ചെയ്യാൻ തുടങ്ങും, നഷ്ടപ്പെടാൻ തുടങ്ങും. കാരണം ഡ്രിഫ്റ്റ് ആണ് അവിടെ നടക്കുന്നത് അല്ലെ. ഇനി കോസ് ഹാർംഫുൾ അല്ലീൽസ് ടു ബിക്കം ഫിക്സ്ഡ് എന്നാ പറഞ്ഞത്. അതായത് ഹാർംഫുൾ അല്ലീൽസ് ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, ഫിക്സ്ഡ് ആയേക്കാം, സാധ്യതയുണ്ട്. ഇനി സിഗ്നിഫിക്കന്റ് ഇൻ എക്സ്ട്രീംലി ലാർജ് പോപ്പുലേഷൻ സൈസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം എക്സ്ട്രീംലി ലാർജ് പോപ്പുലേഷൻ സൈസിലാണോ ഇത് എന്താണ് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ളത് എന്നുള്ളതാണ് പറയേണ്ടത്. അപ്പൊ അതെന്തായാലും തെറ്റാണ് അല്ലെ. ബാക്കിയുള്ള എ ബി സി ഡി ഈ 4 സ്റ്റേറ്റ്മെന്റുകളും എന്താണ് ശരിയാണ്. അപ്പം എ ബി സി ഡി ഇ ഓൺലി, എ ബി സി ഡി ഓൺലി എന്ന് പറയുന്ന ഈ തേർഡ് ഓപ്ഷൻ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത്. കാരണം ഈ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്തല്ല, തെറ്റാണ്. കാരണം ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത് ലാർജ് പോപ്പുലേഷൻ ആണെന്നുണ്ടെങ്കിൽ അത്ര സിഗ്നിഫിക്കന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അതൊരു സ്മോൾ പോപ്പുലേഷൻ ആകുമ്പോഴാണ് കുറച്ചുകൂടി എന്ത് ചെയ്യുന്നത്, സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള എഫക്ട് കാണിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സീ അനിമോൺസ് ആൻഡ് കോറൽസ് ബിലോങ്സ് ടു ദി ഫൈലം. അപ്പൊ ഇത് നമുക്കൊരു ചെറിയൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സീ അനിമോൺ കോറൽസ് കാണുമ്പോൾ നമുക്കൊരു സംശയം വന്നേക്കാം, ഇത് പോറിഫറ ആണോ എന്നുള്ളൊരു തോന്നൽ വന്നേക്കാം അല്ലെ. ഇവിടെ തന്നിട്ടുള്ള ഓപ്ഷനിൽ പോറിഫറ ഉണ്ട്, പ്ലാറ്റിഹെൽമിന്തസ്, സീലൻട്രേറ്റ, പോറിഫറ, കൈനോഡോമേറ്റ ഉണ്ട് അല്ലെ. ഇതിൽ സംശയം വേണ്ട, സീ അനിമോൺ, കോറൽസ് ഇത് രണ്ടും വരുന്നത് എന്താണ്, സീലറ്ററേറ്റ ഓർ നിഡേറിയ ഫൈലത്തിലാണ്. അപ്പോ ഓപ്ഷൻ 2 ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യനും ഇതേപോലെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾ കുറച്ചും കൂടി അയ്യോ ഇതിപ്പോ പഠിക്കണ്ടേ എന്നുള്ളൊരു തോന്നൽ വന്നേക്കാം അല്ലെ. പക്ഷെ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് സ്റ്റേറ്റ്മെന്റ്. കാരണം എന്താ, അതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ വായിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ലൈക്ക് ഇത് ഇതിന്റെ എക്സ്പ്ലനേഷൻ ആണോ അല്ലയോ എന്നുള്ള, അല്ലെ നമ്മൾ പഠിച്ചിട്ടുള്ള എവിടെയെങ്കിലും ഒരു തുമ്പ് അതിനകത്ത് ഉണ്ടാവും. അപ്പൊ അത് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഈസി ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ പ്രാക്ടീസ് ചെയ്യാം. ഇനി അതിന്റെ അകത്തുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഇതാണ്: ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട്
via respiratory chain create proton gradient which drives to the synthesis of ATP എന്നാ പറഞ്ഞത്. ശരിയാണല്ലോ. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ നടക്കുന്ന സമയത്ത് അവിടെ ഒരു പ്രോട്ടോൺ H+ അയോൺ ഗ്രേഡിയന്റ് ഉണ്ടാവുന്നു. ആ ഗ്രേഡിയന്റ് ഉണ്ടാവുന്നതുകൊണ്ടാണ് അവിടെ ATP സിന്തസിസ് നമുക്ക് നടക്കുന്നത്, ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ നടത്താനും പറ്റുന്നത്. ഇനി അതിന്റെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. പീറ്റർ മിഷൽ postulates that two processes are coupled by a proton gradient across the inner mitochondrial membrane so that the proton motive force causes the electrochemical potential difference to drive the production of ATP എന്നാണ്. പീറ്റർ മിഷൽ പറഞ്ഞിട്ടുള്ള പോസ്റ്റുലേറ്റ്സിലെ മെയിൻ സാധനമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് എന്താണ്, ഈ ഒരു പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഉണ്ടാകുന്നത് കൊണ്ടാണ് ശരിക്കും എന്തുണ്ടാകുന്നത്, അവിടെ ഒരു ഇലക്ട്രോകെമിക്കൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകുന്നതും അതുവഴി ATP ഫോർമേഷൻ നടക്കുന്നത്. അല്ലെ, രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയല്ലേ? അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരിക. അതായത് ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ ട്രൂ എന്ന് നമുക്ക് പറയാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫുഡ് ബോൺ ബാക്ടീരിയ ദാറ്റ് കോസസ് അക്യൂട്ട് ബാക്ടീരിയൽ വോമിറ്റിംഗ് ആൻഡ് ഡയേറിയ. നമുക്കൊരു ഫുഡിലൂടെ വരുന്ന ബാക്ടീരിയ ആണ്. ഏതാണ് ഇതിനകത്ത് അക്യൂട്ട് വോമിറ്റിംഗും ഡയറിയും കോസ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പം ഇത് കൺഫ്യൂസിങ് ആവുന്ന സാധനങ്ങളുണ്ട്. നമുക്കൊന്ന് നോക്കി നോക്കാം എങ്ങനെയാന്നുള്ളത്. ഒന്നാമത്തെ ഷിഗല്ല, രണ്ടാമത്തത് സാൽമോണല്ല, സീസ്യൂഡോമോണാസ് എറുഗിയോറ, നാലാമത്തത് ക്ലോസ്ട്രിഡിയം ടെറ്റനിയാണ്, യേഴ്സീനിയ എന്ററിക്കോളയാണ് ഓപ്ഷൻ ഇ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് കൺഫ്യൂസിംഗ് ആണ്. അപ്പൊ ക്ലോസ്ട്രിഡിയം ടെറ്റനി ടെറ്റനസ് ആണ്, അത് ഇതുമായിട്ട് ബന്ധമില്ല അല്ലെ. അപ്പൊ ഓപ്ഷൻ ഡി വരുന്ന 1ഉം 3യും നമുക്ക് ഈസി ആയിട്ട് നോക്ക് ഔട്ട് ചെയ്യാം. പിന്നെ കൺഫ്യൂഷൻ ഉള്ളത് ഈ മൂന്നെണ്ണത്തിൽ ഏതാണെന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഇതിനകത്ത് ഈ ഒരു അക്യൂട്ട് ആയിട്ടുള്ള ബാക്ടീരിയൽ വോമിറ്റിംഗും ഡയറിയും ഉണ്ടാക്കുന്നത് ഇതിനകത്ത് ഒന്നാമത്തത് യേഴ്സീനിയ എന്ററിക്കോള. ആ പേരിൽ തന്നെ ഉണ്ട് എന്ററിക് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മുടെ ഇന്റസ്റ്റൈൻ എന്നുള്ള മീനിങ് ആണ് അല്ലെ. എന്ററിക് എന്ന് പറഞ്ഞാൽ ഇന്റസ്റ്റൈൻ ആണ്. അപ്പൊ അതിനകത്ത് തന്നെ അതിന്റെ ആൻസർ ഉണ്ട്. പിന്നെ ഉള്ളത് ഷിഗല്ലയും സാൽമോണലയാണ്. ഇത് രണ്ടും വെൽ നോൺ ആയിട്ടുള്ള ഈ പറഞ്ഞ എന്താണ് പോയിസൺസ് ആണ്, അല്ലെങ്കിൽ ഫുഡ് ബോൺ ബാക്ടീരിയസ് ആണ്. അപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് എ, ബി ആൻഡ് ഇ ആണ്. എ, ബി ആൻഡ് ഇ വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. ഈ എ, ബി എന്ന് തിരിച്ചു എഴുതിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ 4 ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻ 4 ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി വെക്കാം. ഇത് വീണ്ടും ഒരു മാത്സ് ഫോളോയിങ് ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. കാണുമ്പോൾ കുറച്ച് വലുതായിട്ടൊക്കെ തോന്നുമെങ്കിലും ഈസി ആയിട്ട് സോൾവ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. ഒന്നാമത്തെ ടൈപ്പ് ഓഫ് മൈക്രോസ്കോപ്പി കൊടുത്തിട്ടുണ്ട്. ഫ്ലൂറസെൻസ്, ഡാർക്ക് ഫീൽഡ്, ഇലക്ട്രോൺ, ലൈറ്റ് മൈക്രോസ്കോപ്പി. രണ്ടാമത്തെ ലിസ്റ്റിനകത്ത് ലൈറ്റ് ഈസ് ദി സോഴ്സ് ഓഫ് ഇലുമിനേഷൻ. രണ്ടാമത്തെ സ്ട്രീംസ് ഓഫ് ഇലക്ട്രോൺസ് ആർ ഡിഫ്ലക്റ്റഡ് ബൈ എൻ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ്. മൂന്നാമത്തത് ലൈറ്റ് ഈസ് സ്കാറ്റേർഡ് അറ്റ് ബൗണ്ടറീസ് ബിറ്റ്വീൻ റീജിയൻസ് ഹാവിംഗ് ഡിഫറെന്റ് റിഫ്രാക്റ്റീവ് ഇൻഡിസസ്. നാലാമത്തത് ടിഷ്യൂ സെക്ഷൻസ് ആർ എക്സാമിൻഡ് അണ്ടർ UV ലൈറ്റ് നിയർ ദി വിസിബിൾ സ്പെക്ട്രം ആൻഡ് കോമ്പണന്റ്സ് ആർ റെക്കഗ്നൈസബിൾ ബൈ ഫ്ലൂറസെൻസ് ദി എമിറ്റ് ദി വിസിബിൾ സ്പെക്ട്രം എന്ന് പറയുന്നത്. ഈസിയാണ് ഇതിനകത്ത്. ഫ്ലൂറസെൻസ് എന്ന് പറയുന്ന ഒരു വാക്ക് ഈ നാലാമത്തെ ഓപ്ഷനിലേ ഉള്ളൂ. അപ്പൊ A4 ആയിട്ട് കണക്ട് ചെയ്യാം. A4 ആയിട്ട് കണക്ട് ചെയ്ത് കുറെ ഓപ്ഷൻസ് ഉണ്ട്, പോട്ടെ, A4 ആയിട്ട് കണക്ട് ചെയ്യാം. രണ്ടാമത്തത് ലൈറ്റ് മൈക്രോസ്കോപ്പി 1 ആണ്, D1. അതായത് ലൈറ്റ് ഈസ് ദി സോഴ്സ് ഓഫ് ഇലുമിനേഷൻ എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് കണക്ട് ചെയ്യാം. ഇനി ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി, അവിടെ ഇലക്ട്രോൺസ് ആണ് എന്ത് ചെയ്യുന്നത്, ഇലുമിനേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ C2 ആണ്. C2 വരുന്ന ഒരൊറ്റ ഓപ്ഷൻ മാത്രമല്ല, രണ്ട് ഓപ്ഷൻ ആണല്ലോ അല്ലെ, 1ഉം 2ഉം ഉണ്ട് അല്ലെ. ഇനി ഏറ്റവും ബി എന്താണ്, ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പി. ലൈറ്റ് ഈസ് സ്കാറ്റേർഡ് അറ്റ് ബൗണ്ടറീസ് ബിറ്റ്വീൻ റീജിയൻസ് ഹാവിംഗ് ഡിഫറെന്റ് റേഡിയോആക്റ്റീവ് ഇൻഡിസസ് ആണ് അല്ലെ. ഇതിനെങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം, എ നമുക്ക് 4ഉമായിട്ട് കണക്ട് ചെയ്യാം. അതേപോലെ തന്നെ എന്താണ്, ബി നമുക്ക് എന്ത് ചെയ്യാം, 3യുമായിട്ട് കണക്ട് ചെയ്യാം. ഈ 2ഉമായിട്ടും D1ഉമായിട്ട് കണക്ട് ചെയ്യാം. അപ്പൊ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ 3 ആണ്. ഇത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മളെ വലിയ കുഴപ്പിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ല. പക്ഷെ കാണുമ്പോൾ ഈ വലിയ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒരു അവേർഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഇത് പ്രാക്ടീസ് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യൻ. റൈറ്റ് ദി കറക്റ്റ് സീക്വൻസ് ഫോർ കോമ്പൗണ്ട്സ് ഇൻ സിട്രിക് ആസിഡ് സൈക്കിൾ. സിട്രിക് ആസിഡ് സൈക്കിളിന്റെ കറക്റ്റ് ഒരു കോമ്പിനേഷൻ എന്താണെന്നുള്ളത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ മാലേറ്റ്, ഫ്യൂമറൈറ്റ്, സക്സിനൈൽ കോൻസൈമേ, ഓക്സാലോസക്സിനേറ്റ്, സക്സിനേറ്റ് ഇത്രയും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏറ്റവും ആദ്യത്തത് എന്താണ് ഇതിനകത്ത്, നമുക്കൊരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ഇവിടുന്ന് തുടങ്ങണം എന്ന് പറയുന്നത് സൈക്കിൾ അല്ലേ. അപ്പൊ ഇതിൽ ഏറ്റവും ആദ്യത്തെ കോമ്പണന്റ് എന്ന് പറയുന്നത് എന്താണ് ഇതിനകത്ത്, ശരിക്കും സക്സിനൈൽ കോൻസൈമേ ആണ് ഇപ്പൊ അവിടെ കൊടുത്തതിനകത്ത് അല്ലെ. അപ്പൊ ഒന്നാമത്തെ സക്സിനൈൽ കോൻസൈമേ ആണ്. രണ്ടാമത്തെ എന്താണ്, സക്സിനേറ്റ് ആണ് വരിക. അപ്പൊ CE വരുന്ന ഒരു കോമ്പിനേഷൻ ഏത് മാത്രമേ ഉള്ളൂ, രണ്ടെണ്ണം ഉണ്ട് അല്ലെ. CE വരുന്ന 2 കോമ്പിനേഷൻ ഉണ്ട്, സക്സിനൈൽ കോൻസൈമേ, ഈ സക്സിനേറ്റ് ആണ്. അടുത്ത എന്താണ് വരിക, യെസ് ഫ്യൂമാറൈറ്റ് ആണോ, മാലൈറ്റ് ആണോ, ഓക്സാലോ അസിറ്റേറ്റ് ആണോ, യെസ് ഫ്യൂമാറൈറ്റ് ആണ് വരുന്നത്.
അതിനുശേഷമാണ് എന്ത് വരുന്നത്, മാലേറ്റ് വരുന്നത്. ഏറ്റവും അവസാനം ഓക്സാലോഅസറ്റേറ്റ് വരും, സിട്രിക് ആസിഡ് വരും. അങ്ങനെ അങ്ങനെ എന്ത് ചെയ്യാൻ തുടങ്ങും, ഓരോന്നും അടുത്തയിലേക്ക് ഇങ്ങനെ പോകാൻ തുടങ്ങും അല്ലെ. അപ്പൊ കറക്റ്റ് ഓർഡർ എന്ന് പറയുന്നത് എന്താണ്, സക്സിനൈൽ കോഎൻസൈം എ, സിഇ ബി എ ഡി ആണ് അല്ലെ. CEBAD ഓപ്ഷൻ 1 ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയിട്ട് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കറക്റ്റ് അബൌട്ട് RNA ഇന്റർഫിയറൻസ് ഓർ CRNAi എന്നാ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റുകളും വായിച്ചു നോക്കാം, അതിൽ ഏതാണ് ശരിയായിട്ടുള്ളത് എന്നുള്ളത് ഞാൻ പോകുമ്പോൾ പറയാം. ഒന്നാമത്തത് RNAi ടേക്ക് പ്ലേസ് ഇൻ ഓൾ പ്രൊകാരിയോട്ടിക് ഓർഗാനിസംസ് ആസ് എ മെത്തേഡ് ഓഫ് സെല്ലുലാർ ഡിഫൻസ് എന്നാ പറഞ്ഞത് അല്ലെ. അപ്പൊ എല്ലാ പ്രൊകാരിയോട്ടിക് ഓർഗാനിസംസിലും സെല്ലുലാർ ഡിഫൻസ് മെക്കാനിസം ആയിട്ട് എന്ത് നടക്കുന്നില്ല, RNA ഇന്റർഫിയറൻസ് നടക്കുന്നില്ല. അത് സ്റ്റേറ്റ്മെന്റ് എന്താണ്, തെറ്റാണ് അല്ലെ. രണ്ടാമത്തത് RNAi involves silencing of a specific mRNA due to complementary double strand RNA molecule that bind to and prevent ട്രാൻസ്ലേഷൻ ഓഫ് mRNA. ശരിയല്ലേ, ഇതല്ലേ ശരിക്കും RNAയിൽ നടക്കുന്നത്. RNA എന്താ ചെയ്യുന്നത്, സൈലൻസിങ് ആണല്ലേ. ഒരു സ്പെസിഫിക് mRNA എന്ത് ചെയ്യും, കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് RNA മോളിക്യൂൾസ് ബൈൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങും, അതിനെ ട്രാൻസ്ക്രിപ്ഷനെ അവിടെ എന്ത് ചെയ്യാൻ തുടങ്ങും, പ്രിവെന്റ് ചെയ്യാൻ തുടങ്ങും. അതാണ് ഓപ്ഷൻ 2 എന്താണ് അവിടെ ശരിയാണ്. അടുത്ത വായിച്ചു നോക്കാം നമുക്ക്. RNAi involves silencing of all type of RNA due to complementarity of the double stranded RNA molecule that bind to and prevents to translation of the mRNA. തെറ്റാണ്. അടുത്തത് RNAi involves silencing of specific mRNA by the host cell itself due to overproduction of mRNA by sense strand എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഓപ്ഷൻ ആണ്. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ഓപ്ഷൻ 2 ആണ് ഇവിടെ. സെക്കൻഡ് ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. മൂവിംഗ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫുൾ ഫോം ഓഫ് MALDI-MS ഈസ്. MALDI-MS ഫുൾ ഫോം എന്താണ് എന്നാ ചോദിച്ചത്. മാസ് അസിസ്റ്റഡ് ലോക്കൽ ഡീഗ്രഡേഷൻ അയണിക് മാസ് സ്പെക്ട്രോമെട്രി ആണോ, മാസ് അസിസ്റ്റഡ് ലോക്കൽ ഡിസോപ്ഷൻ ഇനോസിൻ മാസ് സ്പെക്ട്രോമെട്രി ആണോ, മാട്രിക്സ് അസിസ്റ്റഡ് ലൈറ്റ് ഡീവിയേഷൻ അയണൈസേഷൻ മാസ് സ്പെക്ട്രോമെട്രി ആണോ, മാട്രിക്സ് അസിസ്റ്റഡ് ലേസർ ഡിസോപ്ഷൻ അയണൈസേഷൻ മാസ് സ്പെക്ട്രോമെട്രി ആണോ? ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഒന്നും നോക്കാനില്ല, നാലാമത്തെയാണ് അല്ലെ. മാട്രിക്സ് അസിസ്റ്റഡ് ലേസർ ഡീസോപ്ഷൻ അയണൈസേഷൻ മാസ് സ്പെക്ട്രോമെട്രി എന്നാണ് ഇതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. MALDI-MS ഫുൾ ഫോം എന്ന് പറയുന്നത്. മാസ് സ്പെക്ട്രോമെട്രി ഇവിടെ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. മാൽഡി ആണ് ഓർത്ത് വെക്കേണ്ടത്. ഈ ഡീസോപ്ഷൻ ഓർത്ത് വെക്കുക. ലേസർ ഡീസോപ്ഷൻ അയണൈസേഷൻ മാസ് സ്പെക്ട്രോമെട്രി ആണ്. ഓക്കെ, അപ്പോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 4 ആണ്. അടുത്ത് കൊടുത്തിട്ടുള്ള എന്താണ്, നമ്മുടെ താഴെ കൊടുത്തിരിക്കുന്നത് ബീറ്റ ഓക്സിഡേഷൻ ഓഫ് ഫാറ്റി ആസിഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തത് ആക്ടിവേഷൻ ഓഫ് ഫാറ്റി ആസിഡ് ആണ്. ലിങ്ക്ഡ് അല്ലേ, ബീറ്റ ഓക്സിഡേഷൻ നടക്കണമെങ്കിൽ ആക്ടിവേഷൻ ഓഫ് ഫാറ്റി ആസിഡ് നടക്കണ്ടേ, ഓപ്ഷൻ എ ശരിയാണ്. രണ്ടാമത്തത് ബ്രേക്ക് ഡൗൺ ഓഫ് ഫാറ്റി ആസിഡ് ഇൻ സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസത്തിൽ വെച്ചിട്ട് ഫാറ്റി ആസിഡിന്റെ ബ്രേക്ക് ഡൗൺ നടക്കേണ്ട ആവശ്യം ഇതിനകത്തില്ല അല്ലെ. ഇനി അടുത്തത് ട്രാൻസ്പോർട്ട് ഓഫ് ഫാറ്റി ആസിഡ് ഇൻ ടു മൈറ്റോകോൺഡ്രിയ. ഇങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഇല്ലല്ലോ. അപ്പൊ എന്താണ്, തേർഡ് ഓപ്ഷൻ ശരിയാണ്, എ ശരിയാണ്, സി ശരിയാണ് അല്ലെ. ഇനി അടുത്ത ഓപ്ഷൻ നോക്കി വെക്കാം നമുക്ക്. എയും സിയും ശരിയായിട്ടുള്ള ഓപ്ഷൻസ് വേറെ ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ഓപ്ഷനിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല, ബാക്കി കൂടെ വായിച്ചു നോക്കാം. അടുത്തത് ബീറ്റ ഓക്സിഡേഷൻ ഇൻ ക്രബ് സൈക്കിൾ ആണ്. ക്രബ് സൈക്കിളിൽ വെച്ചിട്ട് ബീറ്റ ഓക്സിഡേഷൻ ഓഫ് ഫാറ്റി ആസിഡ് നടക്കുന്നില്ല, അത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ അടുത്തെന്താണ്, ബീറ്റ ഓക്സിഡേഷൻ ഇൻ മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സ്. ശരിയായിട്ടുള്ള ആൻസർ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള എന്ന് പറയുന്നത് ഒന്നാമത്തത് എ ആണ്, രണ്ടാമത്തത് സി ആണ്, മൂന്നാമത്തത് ഇ ആണ്. എ സി ഇ ഓൺലി വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, ദാറ്റ് ഈസ് ഓപ്ഷൻ 3. അപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഏതാണ്, ഓപ്ഷൻ 3 ആണ്. ഇതിനകത്ത് ഇവിടെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ എ ഡിപ്ലോയിഡ് യൂകാരിയോട്ട് സ്പീഷീസ് homologous chromosomes can exchange piece with each other, a phenomenon called. അതായത് എങ്ങനെയാണ് നമുക്ക് ഹോമോലോഗസ് ക്രോമസോംസ് ഈ ഒരു എന്താണ് അതിന്റെ പീസ് ഓഫ് DNA എക്സ്ചേഞ്ച് ചെയ്യുന്നതെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാം ഡിപ്ലോയിഡ് സെല്ലിനകത്ത്. അപ്പോ അത് ബേസ് ചെയ്തിട്ട് ഈ താഴെ പറഞ്ഞതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ട്രൂ ആയിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ വായിച്ചു നോക്കാം. The crossing over event occurs during prophase of meiosis. മിയോസിന്റെ പ്രോഫേസിലാണ് എന്ത് നടക്കുക, ക്രോസിംഗ് ഓവർ നടക്കുക എന്നാ പറഞ്ഞത്. ശരിയാണ്, പ്രോഫേസിലാണ് നടക്കുക. അപ്പൊ ഓപ്ഷൻ എ ശരിയാണ്. ഓപ്ഷൻ ബി നോക്കി നോക്കൂ. ക്രോസിംഗ് ഓവർ ക്യാൻ ചേഞ്ച് ദി കോമ്പിനേഷൻ ഓഫ് അല്ലീൽസ് അലോങ് എ ക്രോമസോം ആൻഡ് പ്രൊഡ്യൂസ് റീകോമ്പിനന്റ് ഓഫ് ഓഫ്സ്പ്രിംഗ്. അല്ലെ, ഈ ക്രോസ് ഓവർ നടക്കുമ്പോഴാണ് ശരിക്കും എന്ത് ചെയ്യുക, പുതിയ റീകോമ്പിനേഷൻ, പുതിയ കോമ്പിനേഷൻസ് ഫോം ചെയ്യും. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും ശരിയാണ്.
Third one, T.H. Morgan proposed that non-parental offsprings are produced by crossing over. T.H. മോർഗന്റെ മേജർ ഒരു പോസ്റ്റുലേറ്റ് തന്നെയാണ് എന്ത്, ഈ ഒരു ക്രോസിംഗ് ഓവർ നടക്കുന്നതുകൊണ്ട് തന്നെ നോൺ പാരന്റൽ ഓഫ്സ്പ്രിങ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളത് അല്ലെ. അപ്പൊ തേർഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇനി നാലാമത്തത്, ക്രോസ് ഓവർ ഡു നോട്ട് പ്രൊഡ്യൂസ് റീകോംബിനന്റ് ഓഫ്സ്പ്രിങ്. ശരിയല്ലല്ലോ, അത് തെറ്റാണ്. ഇനി അടുത്ത് നോക്കി നോക്കാം. ഓപ്ഷൻ ഇ, ദ ക്രോസിംഗ് ഓവർ ഇവന്റ് ഒക്കേഴ്സ് ഡ്യൂറിംഗ് മിയോസിസ് 2 എന്നാ പറഞ്ഞത്. മിയോസിസ് 2ന്റെ സമയത്ത് ഇത് നടക്കുന്നില്ല, ക്രോസിംഗ് ഓവർ നടക്കില്ല, അത് 1 മാത്രമേ നടക്കുള്ളൂ. അപ്പൊ നമുക്ക് അറിയാവുന്നത് ടി തെറ്റാണ്, നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കുക അല്ലെ. ക്രോസ് ഓവർ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റീകോംബിനന്റ് ഓഫ്സ്പ്രിങ്സ് ഉണ്ടാവില്ല. ബാക്കിയൊന്നും നമുക്ക് ഷുവർ ഇല്ല എന്ന് വിചാരിക്കുന്നതാണ്. ടി ഉള്ളത് ഓപ്ഷൻ 1 ടി കണ്ടെയ്ൻ ചെയ്യുന്നതാണ് അല്ലെ. അപ്പൊ അതെന്തായാലും തെറ്റല്ലേ അല്ലെ. ഇനി ഓപ്ഷൻ 3 നോക്കിയോ, അതിനകത്തും ടി ഉണ്ട്. അപ്പൊ ട്രൂ എന്നാ ചോദിച്ചത്. അപ്പൊ ഡി എന്തായാലും ഫോൾസ് ആണ് നമുക്ക് അറിയാം. അത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. നമുക്ക് അതിന്റെ ഒരു ബേസിക്സ് അറിയാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടി തെറ്റാണെന്നുള്ളത് കണ്ടുപിടിക്കാനായി. അതേപോലെ തന്നെ ഓപ്ഷൻ 4-നകത്ത് എന്തുണ്ട്, ടി ഇല്ല. അപ്പൊ ഇത് 3 തെറ്റാ. അപ്പൊ ശരിയായിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ 2 ആണ്. ദാറ്റ് ഈസ് എ ബി സി ഓൺലി ആണ് അല്ലെ. ഇങ്ങനെയും ഉത്തരത്തിലേക്ക് എത്താം. ഏതൊക്കെ അല്ല എന്നുള്ളത് നോക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉത്തരത്തിലേക്ക് എത്താം. ഇത് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യണം. ആ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, ബുക്കിൽ എഴുതി തന്നെ വെക്കണം. ഏതാണോ ഓപ്ഷൻ എന്നുള്ളത് ചേഞ്ച് ചെയ്യാതെ വൃത്തിയായിട്ട് എഴുതണം. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് അത് മാർക്ക് ചെയ്ത് പോകാൻ പറ്റും. എന്തിനു ശേഷം എന്ത് ചെയ്യുക, വീണ്ടും അത് ചെക്ക് ചെയ്തൊക്കെ നോക്കുക. അപ്പൊ ഇങ്ങനെ മാക്സിമം പ്രാക്ടീസ് ചെയ്യുന്ന വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സാധനത്തിന് അത് പെർഫെക്റ്റ് ആവാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി നോക്കൂ. സെൽഫ് ഇൻകമ്പാറ്റിബിലിറ്റി പ്രിവെന്റ് സെൽഫ് ഫെർട്ടിലൈസേഷൻ ആൻഡ് ദിസ് മെക്കാനിസം ഇൻവോൾവ്സ് എന്നാ പറഞ്ഞത്. അപ്പം സെൽഫ് ഇൻകമ്പാറ്റിബിലിറ്റി എന്ന് പറയുന്നത് ഒരു കോൺസെപ്റ്റ് ഉണ്ട് അല്ലെ. അതായത് ഈ പറഞ്ഞ സെൽഫ് ഫെർട്ടിലൈസേഷൻ പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു മെക്കാനിസം ആണ്. അപ്പൊ അതിനകത്ത് എന്തൊക്കെയാണ്, അല്ല അതിന്റെ ഒരു മേജർ ആയിട്ടുള്ള മെക്കാനിസം എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. S1 pollen grains from S1 and S2 parental sporophyte cannot fertilize egg of an S1 S2 flower എന്നാ പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തത്, S1 pollen grains from S1 S2 parental sporophyte can fertilize eggs of S1 S2 flower എന്നാ പറഞ്ഞത്. മൂന്നാമത്തത്, S2 pollen grains can fertilize eggs of S1 S2 and S2 S3 flower. ഇനി അടുത്തത്, S1 pollen grains from an S1 S2 parental sporophyte can fertilize eggs of S1 S3 flower എന്നാണ്. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള മെക്കാനിസം ഏതാണ്? ഒന്നാമത്തെ അല്ലേ. അതായത് S1 pollen grains from an S1 S2 parental sporophyte cannot fertilize eggs of an S1 S2 flower എന്നാ പറഞ്ഞ അല്ലെ. അതായത് ഇങ്ങനെ ഒരു പാരന്റൽ സ്പോറോഫൈറ്റ് ഉള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിലെ പോളൻ ഗ്രെയിൻസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, അതേപോലത്തെ അല്ലെ അതേ ഒരു സ്പോറോഫൈറ്റിൽ അല്ലെ പ്ലാന്റ്സിന്റെ ഫ്ലവേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫെർട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. ഇതിന് തന്നെയല്ലേ ഈ ഒരു സെൽഫ് ഇൻകമ്പാറ്റിബിലിറ്റി അല്ലെങ്കിൽ സെൽഫ് ഫെർട്ടിലൈസേഷൻ പ്രിവെന്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 1 ആണ്. വാട്ട് ഈസ് ദി എൻഡ് പ്രൊഡക്റ്റ് ഇൻ ദി പ്രോസസ് ഓഫ് ഗ്ലൈക്കോളിസിസ് ഇൻ അനൈറോബിക് ആൻഡ് എയറോബിക് കണ്ടീഷൻ റെസ്പെക്റ്റീവ്ലി എന്നാ പറഞ്ഞത് അല്ലെ. ആനൈറോബിക്കും എയറോബിക് കണ്ടീഷനിൽ ഉണ്ടാവുന്ന പ്രൊഡക്റ്റ്, ഗ്ലൈക്കോളിസിന്റെ പ്രൊഡക്റ്റ് എന്തൊക്കെയാണ് റെസ്പെക്റ്റീവ് ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ആനൈറോബിക്കിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ എന്താവാം, ലാക്റ്റിക് ആസിഡോ അല്ലെങ്കിൽ എഥനോൾ പ്ലസ് കാർബൺ ഡയോക്സൈഡ് ആവാം. എയറോബിക്കിന്റെ എന്താണ്, പൈറൂവിക് ആസിഡ് അല്ലെ, പൈറൂവേറ്റ് ആണ് അല്ലെ. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താണ്, ഓപ്ഷൻ തന്നിരിക്കുന്നത് എന്താണ്, പൈറൂവേറ്റ് ആൻഡ് 3-ഫോസ്ഫോഗ്ലിസറേറ്റ് അല്ല, ലാക്റ്റേറ്റ് ആൻഡ് ഫോസ്ഫോയിനോൾ പൈറൂവേറ്റ് ഒരിക്കലും അല്ല. അടുത്തത് ലാക്റ്റേറ്റ് ആൻഡ് പൈറൂവേറ്റ്, ശരിയല്ലേ. അനൈറോബിക്കിന്റേത് ലാക്റ്റേറ്റ് ആണ്, അത് ലാക്റ്റേറ്റ് അല്ലെങ്കിൽ ലാക്റ്റിക് ആസിഡ് ആണ്. എയറോബിക്കിന്റെ ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, പൈറൂവേറ്റ് ആണ് അല്ലെ, പൈറൂവിക് ആസിഡ് ആണ്. അപ്പൊ ഓപ്ഷൻ 3 ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ഇന്റർഫേസ് സെൽ ലെസ് കോമ്പാക്റ്റഡ് ആൻഡ് ഹൈലി കണ്ടൻസ്ഡ് ക്രോമാറ്റിൻസ് ആർ കോൾഡ് ആസ് എന്നാ പറഞ്ഞത് അല്ലെ. അതായത് ഇന്റർഫേസിനകത്ത് ലെസ് കോമ്പാക്റ്റഡ് ആയിട്ടുള്ളതും ഹൈലി കണ്ടൻസ്ഡ് ആയിട്ടുള്ളതും ക്രോമാറ്റിൻസ് കാണാം അല്ലെ. ലെസ് കോമ്പാക്റ്റഡ് നമ്മൾ എന്താ വിളിക്കുക, യെസ് നമ്മൾ വിളിക്കുന്നത് എന്താണ്, യു ക്രോമാറ്റിൻ അല്ലെ, ട്രൂ ക്രോമാറ്റിൻ എന്നാണ്. ഇനി ഹൈലി കണ്ടൻസ്ഡ് ആയിട്ടുള്ളതിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്, ഹെറ്ററോ ക്രോമാറ്റിൻ എന്നുമാണ് അല്ലെ. ഓപ്ഷൻസ് എന്തൊക്കെയാണ്, ഹെറ്ററോലോഗസ് ഓർ ഹോമോലോഗസ് അല്ല. രണ്ടാമത്തത് ഹെറ്ററോക്രോമാറ്റിൻ ആൻഡ് യു ക്രോമാറ്റിൻ, ഈ ഓർഡർ കറക്റ്റ് അല്ല അല്ലെ. മൂന്നാമത്തെ എന്താണ്, യു ക്രോമാറ്റിൻ ആൻഡ് ഹെറ്ററോക്രോമാറ്റിൻ റെസ്പെക്റ്റീവ്ലി എന്നാ പറഞ്ഞത്. അപ്പൊ തേർഡ് ഓപ്ഷൻ ആണ് ഇവിടെ എന്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അടുത്തതിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഗിവൺ ബിലോ ആർ 2 സ്റ്റേറ്റ്മെന്റ്, 2 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ വായിച്ചു നോക്കാം. An icosahedron is a regular polyhedron with 60 equilateral triangular faces and 20 vertices എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? ഐക്കോസാഹെഡ്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 20 ഇക്വിലാറ്ററൽ ട്രയാങ്കുലർ ഫേസസ് ആണുള്ളത്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ. രണ്ടാമത് നോക്കാം.
The simplest virion consists of a nucleocapsid which is composed of nucleic acid, either DNA or RNA, and a protein called capsid എന്ന് പറഞ്ഞത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 തെറ്റും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയുമാണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 is incorrect and but the statement 2 is correct. Option 4 ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. Let's move on to the next question. In ബ്രയോഫൈറ്റ്സിന്റെ 4 കണ്ടീഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. എന്താണ് അതിൽ കറക്റ്റ് ആപ്റ്റ് ആയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. Sporophyte is fully or partially dependent on gametophyte. Xylem and phloem are the main water and food conducting tissues. Spore disposal takes place by means of peristomial teeth only. നാലാമത്തെ എന്താണ്? Heterospory and seed habit evolved in higher bryophyte എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ 1 അല്ലേ? Sporophyte is fully or partially dependent on gametophyte and bryophytes കേസിനകത്ത് ഓപ്ഷൻ 1 ആണ് ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്തത് സിട്രോണല്ല ഓയിൽ ഈസ് ഒബ്റ്റെയിൻ ഫ്രം. സിട്രോണല്ല ഓയിൽ ഒബ്റ്റെയിൻ ചെയ്യുന്ന എവിടുന്നാണ്? ലിനിയം. ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ഒന്നാമത്തത് ലിനിയം യൂസിറ്റാസിയം ആണ്. രണ്ടാമത്തത് ഗ്ലൈസിൻ മാക്സ് ആണ്. മൂന്നാമത്തത് സിംബോപഗോൺ നോഡസ് ആണ്. നാലാമത്തത് എലൈസ് ഗിനിയൻസിസ് ആണ്. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? സിട്രോണല്ല ഓയിൽ കിട്ടുന്ന എവിടുന്നാണ് നമുക്ക്? സിംബോപഗോൺ നോർഡസിൽ നിന്നല്ലേ? അപ്പൊ ഇവിടെ ഓപ്ഷൻ 3 ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ.